ओम शांति। गुड इवनिंग। आज हम सभी सुबह से आत्मचिंतन कर रहे हैं कि आत्मा की गहराइयों में जाने की कोशिश कर रहे। ഇന്ന് രാവിലെ മുതൽ നമ്മളെല്ലാവരും ആത്മചിന്തനം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആത്മാവിൻ്റെ ആഴത്തിലേക്ക് പോയി അനുഭവം ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കുകയായിരുന്നു. क्योंकि मुझ आत्मा में 5000 वर्ष का पाठ नूंधा हुआ है और आत्मा में ही भिन्न भिन्न संस्कार भी हैं। ആത്മാവില് 5000 വർഷത്തിന്റെ പാർട്ട് അടങ്ങിയിട്ടുണ്ട്. ആത്മാവില് തന്നെയാണ് ഭിന്ന ഭിന്ന സംസ്കാരങ്ങളും ഉള്ളത്. और समय प्रति समय हमारे वो संस्कार ड्रामा अनुसार इमर्ज होते। सतयुग में दैवी संस्कार, मध्य में भक्ति के संस्कार, और इस समय जब हम ब्राह्मण बने हैं तो इस समय हमारे ब्राह्मण पने के संस्कार जो हैं, जिसको ईश्वरीय संस्कार कहें, वो हमारे इमर्ज होते हैं. സമയം പ്രതി സമയം നമ്മുടെ ഉള്ളിലുള്ള സംസ്കാരം ഇമർജ് ആയിക്കൊണ്ടിരിക്കുകയാണ്. സത്യയുഗത്തിലെ ദൈവിക സംസ്കാരം ഇമർജ് ആകുന്നു. പിന്നീട് മധ്യത്തിൽ വരുമ്പോൾ ആ മധ്യത്തിലെ സംസ്കാരം ഇമർജ് ആകും. ഇപ്പോൾ ഈ സംഗമയുഗത്തിലെ ബ്രാഹ്മണ സംസ്കാരം, ഈശ്വരീയ സംസ്കാരം ഇമർജ് ആയിരിക്കുകയാണ്. बाबा हमें हीरो पाठधारी कहता है कि तुम ड्रामा के हीरो हीरोइंस हो, अर्थात हमारा इस ड्रामा में विशेष पाठ है. ബാബ നമ്മളെ പറയാറുണ്ട്, നിങ്ങൾ ഹീറോ ഹീറോയിൻ പാർട്ട്ധാരികളാണ്. അതായത് ഈ മുഴുവൻ ഡ്രാമയിലും നമ്മൾ വിശേഷ പാർട്ട് അഭിനയിക്കുന്നവരാണ്. जैसे हम किसी भी सिटी में, किसी भी देश में जाते हैं तो जब अंदर आते हैं, जैसे मैं यहाँ बैंगलोर से मैसूर बाय रोड आई तो जगह जगह कई पोस्टर्स देखे, चाहे वो किसी की ऐड थी या नेता थे, जिनके पोस्टर्स रास्ते में मुझे नजर आए. कौन सी पोस्टर्स? हीरो हीरोइन और अच्छा अच्छा यहाँ के जो भी होंगे. അതായത് നമ്മൾ ഏതെങ്കിലും ഒരു സിറ്റിയിൽ പോവുകയാണ്, ഒരു ദേശത്ത് പോവുകയാണെങ്കിൽ ആ ഭാഗത്തുള്ള ഹീറോ ഹീറോയിൻസിൻ്റെ ഫോട്ടോസൊക്കെ നമുക്ക് റോഡിലൂടെ പോകുമ്പോൾ സഞ്ചരിക്കുമ്പോൾ കാണാൻ സാധിക്കുമല്ലോ. मैं उनको जानती तो नहीं, लेकिन मुझे इतना समझ में आया कि ये कोई सेलिब्रिटी होंगे तभी इनके इतने पोस्टर्स लगाए हैं. അത് ആരാണ് എന്ന് എനിക്കറിയണ്ടാവില്ല, പക്ഷെ ഇത്രയും മനസ്സിലാക്കാൻ പറ്റും അത് ഏതെങ്കിലും സെലിബ്രിറ്റീസ് ആണ് എന്നുള്ളത്. लेकिन पूरे कल्प में सबसे बड़े सेलिब्रिटी कौन है? പക്ഷേ യഥാർത്ഥത്തിൽ മുഴുവൻ കൽപ്പത്തിലും വെച്ചിട്ട് ഏറ്റവും വലിയ സെലിബ്രിറ്റി ആരാണ്? നമ്മളാണല്ലോ. उनके तो 5 साल बाद उनको वो मिलेगा नहीं मिलेगा, एक जन्म का खेल है. लेकिन बाबा कहता है आपके तो द्वापर से मंदिर बनने शुरू हुए और अभी तक चल रहे हैं. അപ്പം മറ്റേ ഹീറോ ഹീറോയിൻ നമ്മൾ സാധാരണ ലോകത്തിൽ കാണുന്നവരുടെ അവരുടെ ഒരു ജന്മത്തെ പാർട്ടേ ഉള്ളൂ. ഇപ്പം സെലിബ്രിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഫേമസ് ആയിട്ട്, വളരെ പ്രശസ്തമായിട്ടുള്ളവർ, ഇപ്പം ഹീറോ ഹീറോയിൻസൊക്കെ വളരെ ഫേമസ് ആണല്ലോ. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ദ്വാപര യുഗം മുതൽ നമ്മൾ വളരെ ഫേമസ് ആണ്. കാരണം നമ്മളുടെ ക്ഷേത്രങ്ങളാണ് പണിതിട്ടുള്ളത്, എല്ലാ ഭക്തരും പൂജിക്കുന്നത്. तभी बाबा कहता अननोन बट वेरी वेल नोन. അതുകൊണ്ടാണ് ബാബ പറയാറുള്ളത്, നമ്മൾ വളരെ ഗുപ്തമാണ്, അൺനോൺ ആണ്, പക്ഷെ എന്നിരുന്നാലും നമ്മൾ വളരെ ഫേമസ് ആണ്, വെൽ നോൺ ആണ്. अगर अभी दुनिया वालों को पता चल जाए कि मंदिर में, जिसको प्रत्यक्षता बाबा कहता कि मंदिर में जिन मूर्तियों को हम पूज रहे हैं वो यहाँ बैठे हैं, तो आप ऐसे आराम से बैठ के भट्टी कर पाएंगे?
അതാണ് ബാബ പറയാറുണ്ടല്ലോ, അതായത് അമ്പലത്തിലിരിക്കുന്ന മൂർത്തികള് വാസ്തവത്തില് ചൈതന്യത്തില് ഇവിടെ ഇരിക്കുന്ന നമ്മളാണ് എന്നുള്ളത് ലോകം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ശാന്തമായിട്ട് ഭട്ടി ചെയ്യാൻ പറ്റുമോ? तो ये जो पहले दिन जब हम आए तो हमें सॉल्व करी गई मैं कौन, तो वो मैं कौन जो पहले दिन तो आपको सिर्फ ये बताया कि मैं आत्मा हूँ, लेकिन आज अगर आप मैं कौन कहेंगे तो कितनी लंबी लिस्ट है। ഇപ്പം നമ്മൾ കോഴ്സ് ചെയ്ത സമയത്ത് ആദ്യത്തെ ക്ലാസ്സിൽ നമുക്ക് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം തന്നു, ഞാൻ ആരാണ്, ഞാൻ ആത്മാവാണ് എന്ന് മനസ്സിലായി. പക്ഷെ ഇന്ന് നമ്മൾ ചോദിക്കുകയാണ് ഞാൻ ആരാണെന്ന് ചോദിച്ചാൽ അപ്പോൾ അതിന്റെ ഉത്തരം എത്ര വലിയ ലിസ്റ്റ് ആയിരിക്കും നമുക്ക് എഴുതാൻ സാധിക്കുന്നത്. तो बाबा कहता है कि उसका नशा चढ़ना चाहिए, लेकिन नशा उसको चढ़ेगा जिसको ये निश्चय होगा कि मैंने ही ये कल्प पाठ बजाया है. ബാബ പറയാറുണ്ട് നമുക്ക് ആ ഒരു ലഹരി നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. പക്ഷെ ലഹരി ഉണ്ടാകുന്നത് ആർക്കാണോ ആ നിശ്ചയം അവനവനെ പ്രതി ഉള്ളത്, അതായത് കൽപ്പം ഞാൻ തന്നെയാണ് ഈ പാർട്ട് അഭിനയിച്ചിട്ടുള്ളത് എന്ന്. भक्ति में हमारे 2 यादगार हैं, एक संगम युग के यादगार हैं और दूसरे सतयुग के यादगार हैं. सतयुग त्रेता दोनों युग के यादगार हैं. ഭക്തി മാർഗത്തിലും യഥാർത്ഥത്തിലും നമ്മൾ എല്ലാവരുടെയും 2 സ്മരണ ഉണ്ട്. ഒന്ന് നമ്മുടെ സംഗമ യുഗത്തിലെ സ്വരൂപത്തിന്റെ സ്മരണ ഉണ്ട്, 2 സത്യത്രേതായുഗത്തിലെയും സ്മരണ ഉണ്ട്. जैसे बाबा कहता था कि कृष्ण की महिमा और बाबा की महिमा का चित्र बनाओ ताकि उनको समझ आए कि कृष्ण की महिमा अलग है और परमात्मा की महिमा अलग है. ബാബ പറയാറുണ്ടല്ലോ, ശ്രീകൃഷ്ണന്റെ മഹിമ നിങ്ങൾ എഴുതി വേറെ വെക്കണം, ശിവബാബയുടെ മഹിമ അതുപോലെ വേറെ എഴുതി വെക്കണം. അപ്പൊ എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കും ബാബയുടെ മഹിമ വേറെയാണ്, കൃഷ്ണന്റെ മഹിമ വേറെയാണ്. उसी तरह से अगर हम अपने यादगार देखें तो जो हमारे सतयुग के यादगार हैं उनकी महिमा अलग है और हमारे जो संगम युग के यादगार हैं उनकी महिमा अलग है. അതുപോലെ നമ്മളെ കുറിച്ച് തന്നെ ചിന്തിച്ചു നോക്കുക. നമ്മുടെ സത്യയുഗത്തിലെ സ്മരണ വേറെയാണ്, സംഗമയുഗത്തിന്റെ സ്വരൂപത്തിന്റെ സ്മരണ നമ്മുടെ വേറെയാണ്, രണ്ടും വ്യത്യാസമുണ്ട്. क्योंकि महिमा का आधार होता है जो हम कर्म करते हैं, जो हम कर्तव्य करते हैं. അപ്പൊ മഹിമ രണ്ടും വ്യത്യാസമുണ്ട്. അപ്പൊ മഹിമ വരുന്നത് എപ്പോഴും എങ്ങനെയാണ്, എന്ത് കർമ്മം കർത്തവ്യമാണോ നമ്മൾ ചെയ്യുന്നത് അതിന്റെ ആധാരത്തിലാണ് മഹിമ വരുന്നത്. तो आप देखेंगे जो मुख्य अंतर है सतयुग के हमारे यादगार और संगम युग के यादगार का, वो यही है कि सतयुग के यादगार में हमको हमारे गुणों की महिमा है, सर्वगुण संपन्न है, हर्षित मुख है ना. तो इस तरह से हमारे गुणों की महिमा ज्यादा है सतयुग के हमारे यादगार में. സത്യയുഗത്തിലെ നമ്മുടെ യാദ്ഗാർ, നമ്മുടെ സ്മരണ അല്ലെങ്കിൽ നമ്മളുടെ മഹിമ എന്ന് പറയുന്നത് നമ്മളുടെ ഗുണങ്ങളുടെ ആധാരത്തിലുള്ള മഹിമയാണ്. അതാണ് പറയാറുള്ളത് സർവഗുണ സമ്പന്നൻ, ഹർഷിത മുഖമുള്ളവര്. അപ്പൊ അതെല്ലാം ഗുണങ്ങളുടെ ആധാരത്തിലാണ് അവിടെ മഹിമ വരുന്നത്. अगर कृष्ण की भी महिमा देखो तो कृष्ण के भी जो हर कर्म की उसकी महिमा की अब पूजा हो रही है कि कृष्ण दंत मंजन कर रहा है, अब कृष्ण सो रहा है, अब कृष्ण ये कर रहा है. अगर पुरी में जाए तो कृष्ण का वैद भी पता नहीं बनाया, बहुत कुछ है कृष्ण का. तो कृष्ण के हर कर्म की और उसके जो भी गुणों की महिमा ज्यादा है. ശ്രീകൃഷ്ണന്റെ മഹിമ നമുക്കറിയാം. ശ്രീകൃഷ്ണന്റെ ഓരോ കർമ്മത്തിനും പൂജയും മഹിമയുണ്ട്. ശ്രീകൃഷ്ണൻ എഴുന്നേൽക്കുന്നതിന്, ഉറങ്ങുന്നതിന്. ഇപ്പോൾ ദീദി പറയുന്ന ജഗന്നാഥ ക്ഷേത്രത്തിൽ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പം നമുക്കറിയാം ഗുരുവായൂർ പോയാലും നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഓരോ ഗുണത്തിനും കർമ്മത്തിനും മഹിമ വരുന്നുണ്ട്, യാദ്ഗാർ ഉണ്ടാകുന്നുണ്ട്. और यहाँ तक कि बहुत से लोग ये भी चाहते हैं कृष्ण जैसा बच्चा हो, पति मिले,
या राम की भी इस तरह से बहुत महिमा है, लेकिन हम त्रेता को तो हम फेलियर मानते हैं ना, तो इसलिए हम राम को हमारे लिए वो फेलियर है. ഇപ്പൊ എവിടെയും ചില അമ്മമാര് പറയാറുണ്ട്, ശ്രീകൃഷ്ണനെ പോലെ ഒരു കുട്ടി ഉണ്ടായിരുന്നെങ്കിൽ നല്ലതാണ്, ശ്രീകൃഷ്ണനെ പോലെ ഒരു പതി വേണം. അതുപോലെ രാമനെ കുറിച്ചിട്ടും പറയാറുണ്ട്. എങ്കിലും നമ്മളെ സംബന്ധിച്ച് നമുക്കറിയാം, രാമൻ എന്ന് പറഞ്ഞാൽ ത്രേതായുഗത്തിൽ എത്തുക എന്ന് പറഞ്ഞാൽ അത് തോൽക്കുമ്പോഴാണല്ലോ എത്തുന്നത്. അപ്പൊ മഹിമ കൂടുതൽ എന്താണെങ്കിലും സത്യയുഗം അല്ലെങ്കിൽ ശ്രീകൃഷ്ണന്റെയാണ്. कि वो दो राम है ना, एक निराकार और एक त्रेता. रघुपति राघव राजा राम, पतित पावन सीताराम. तो दो राम है, तो वो कंफ्यूजन है. കാരണം എന്താ വെച്ചാൽ നമുക്ക് മനസ്സിലായി, രാമൻ എന്ന് പറയുമ്പോൾ വാസ്തവത്തില് രണ്ടുണ്ട്. ഒന്ന് രഘുപതി രാഘവ രാജാറാം, ത്രേതായുഗത്തിലെ ശ്രീരാമൻ. പിന്നെ രാമൻ എന്ന് പറയുന്നത് പതീത പാവന സീതാറാം, അത് ശിവബാബയാണ്. लेकिन अगर आप संगम के हमारे यादगार देखो, तो हमारे संगम के जो यादगार हैं वो शक्ति रूप है. സംഗമയുഗത്തിലെ നമ്മളുടെ സ്മരണ, നമ്മുടെ മഹിമ, അതെല്ലാം നമ്മളുടെ ശക്തി സ്വരൂപത്തിന്റെ ആധാരത്തിൽ വന്നിട്ടുള്ള മഹിമയും സ്മരണയുമാണ്. क्योंकि संगम युग, क्योंकि सतयुग में आपको लगता है हम शक्तियों को यूज करेंगे? കാരണം സത്യയുഗത്തില് നമ്മൾ ശക്തികൾ ഉപയോഗിക്കുമോ? നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? क्योंकि ना वहां हमें सहन करना है, ना एडजस्ट करना है. जहाँ सब गुणवान है वहां शक्तियों की जरूरत नहीं है. इसलिए सतयुग में हमारे शक्तियों का कोई यादगार नहीं है. സത്യയുഗത്തില് നമുക്കൊന്നും സഹിക്കേണ്ട ആവശ്യമില്ല, അഡ്ജസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ശക്തികളൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മുടെ ഉള്ളിലെ എല്ലാ ഗുണങ്ങളും നിറഞ്ഞിരിക്കുന്ന അവസ്ഥയാണെങ്കിൽ അവിടെ ഒരു ശക്തിയും ഉപയോഗിക്കേണ്ട കാര്യം വരുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ സത്യയുഗത്തിന്റെ മഹിമ അല്ലെങ്കിൽ സ്മരണയിൽ ഒരിക്കലും ശക്തിയുടെ ആധാരത്തിലല്ല വരുന്നത്. और अगर संगम युग में देखे तो दुर्गा, संतोषी माँ है ना, शीतला है ना, नव दुर्गा का यादगार है. विघ्न विनाशक गणेश, अब सतयुग में कोई विघ्न थोड़ी ना जो वहाँ विघ्न विनाशक चाहिए. हनुमान का यादगार है. तो ये जो यादगार है, या 5 पांडवों का यादगार है, द्रौपदी का यादगार है, तो ये जो यादगार है ये सारे हमारे संगम युग के हैं, और जिसमें ज्यादातर हमारी शक्तियों का वर्णन महिमा करी गई है. നമുക്കറിയാം ഭക്തിയില് ഉള്ള സ്മരണകളാണ് ഗണപതിയുടെ ഉണ്ട്, വിഘ്ന വിനാശകനായിട്ടുള്ള ഗണപതി, ഹനുമാൻ, ദുർഗ, സന്തോഷിമ, ദ്രൗപദി, പാണ്ഡവര്, ഇതെല്ലാം യഥാർത്ഥത്തില് സംഗമയുഗത്തില് നമ്മളുടെ ശക്തി സ്വരൂപത്തിന്റെ ആധാരത്തിലുള്ള സ്മരണയും മഹിമയുമാണ്. तो इससे स्पष्ट है कि पिछले कल्प में भी हमने माया से शक्ति रूप होकर विजय प्राप्त करी थी. അതിന്റെ കാരണം ഇതാണ്, നമ്മൾ കഴിഞ്ഞ കൽപ്പത്തില് ശക്തി നിറച്ച് മായയുടെ മേല് വിജയിച്ച ശക്തി സ്വരൂപങ്ങളായിട്ടുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ മഹിമ വന്നത്. अब देखो कि कोई कहेगा कि मुझे हनुमान जैसा बच्चा दे या हनुमान जैसा पति दे. ഇപ്പൊ ആരും പറയാറില്ലല്ലോ എനിക്ക് ഹനുമാനെ പോലെ ഒരു കുട്ടി മകൻ വേണം, ഹനുമാനെ പോലെ ഒരു പതി വേണം എന്നൊന്നും ആരും പറയാറില്ലല്ലോ. और देवियों को लेकर भी कभी किसी को ये मन में नहीं आता कि ऐसी मुझे बच्ची मिले, या ये अगर घर में बच्ची आती है तो कहते हैं लक्ष्मी आई है. कभी ये नहीं कहा, ज्यादातर शब्द यूज करते हैं कि घर में लक्ष्मी आई है. क्योंकि हमारा इस समय तो हमारे संबंध क्या है, आत्मा आत्मा, भाई भाई. लेकिन जो बाकी दैवी संबंध जो है वो हमारे सतयुग में जाके हैं. അപ്പൊ അതുപോലെ ദേവിമാരുടെ ആണെങ്കിലും നമ്മൾ ഒരിക്കലും പറയാറില്ലല്ലോ ഇങ്ങനെ നമ്മളുടെ വീട്ടിലൊരു കുട്ടി വന്ന് ജനിച്ചിട്ടുണ്ടെങ്കിൽ ലക്ഷ്മി വന്നു എന്നാണ് നമ്മൾ പറയാറ്. അല്ലാതെ ദേവി അങ്ങനെയുള്ള ശബ്ദം, നമ്മൾ ശക്തി വന്നു അങ്ങനെയൊന്നും നമ്മൾ പറയാറില്ലല്ലോ. അപ്പോ ആ ഒരു വ്യത്യാസം പറഞ്ഞു തരാണ്. तो ड्रामा अनुसार हमारे भगत हमें बड़ा एक्यूरेटली याद करते हैं. ഇപ്പൊ ഡ്രാമ അനുസരിച്ച് നമ്മുടെ ഭക്തര് നമ്മളെ ശരിക്കും വളരെ ആക്യുറേറ്റ് ആയിട്ട് തന്നെയാണ് ഓർമ്മിക്കുന്നത്. लेकिन वर्तमान समय हमें ये देखना है कि क्या मैं वर्तमान समय अनुसार अपना एक्यूरेट पाठ बजा रही हूँ या बजा रहा हूँ.
അപ്പൊ നമ്മൾ പരിശോധിക്കേണ്ടത് ഇതാണ്, നമ്മളുടെ മഹിമയെല്ലാം നമ്മൾ കേൾക്കുന്നുണ്ട്, പക്ഷെ അതൊക്കെ വർത്തമാന സമയത്ത് നമ്മുടെ പാർട്ടിന്റെ മഹിമയാണ് കഴിഞ്ഞ കൽപ്പത്തിൽ. അപ്പൊ ഈ സമയത്ത്, ഈ കൽപ്പത്തിൽ ഈ സമയത്ത് ഞാൻ എൻ്റെ പാർട്ട് അതുപോലെ ആക്യുറേറ്റ് ആയിട്ട് തന്നെയാണോ അഭിനയിക്കുന്നത്, ഏതുപോലെ മഹിമ അതുപോലെ ആക്യുറേറ്റ് ആയിട്ടാണോ ഞാൻ എൻ്റെ പാർട്ട് ചെയ്യുന്നത്, ഇത് പരിശോധിക്കണം. अब कोई ड्रामा होता है, उसमें वो डायरेक्टर हीरो को कहता है कि यहाँ पर तेरे को सहन करना है. अब वो हीरो ये तो नहीं कह सकता कि मैं यहाँ सहन नहीं करूँगा, वो सहन करने की एक्टिंग करता है. ഇപ്പൊ ഡയറക്ടർ, ഒരു സിനിമയുടെ ഡയറക്ടർ ആ സിനിമയിലെ ഹീറോന്റെ അടുത്ത് പറയാണ്, ഈ പാർട്ട് വരുമ്പോ ഈ സമയമാകുമ്പോ നിനക്ക് സഹിക്കുന്നതിന്റെ പാർട്ട് റോളാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒരിക്കലും ആക്ടറിന് പറയാൻ സാധിക്കില്ലല്ലോ, ഇല്ല എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. उसी तरह से ये जो बेहद का ड्रामा है, इसका डायरेक्टर कौन है? അതുപോലെ ഇത് പരിധിയില്ലാത്ത ഡ്രാമയാണ്, അതിന്റെ ഡയറക്ടർ ശിവബാബയാണ്. अब वो डायरेक्टर इस समय हमें कह रहा है कि तुम शक्ति रूप दुर्गा बनो, शीतला बनो, हनुमान बनो, गणेश का रोल प्ले करो, और हम कहें नहीं अभी तो हम कुंभकर्ण का रोल ही प्ले करेंगे, तो गड़बड़ होगा ना. അപ്പൊ ഈ സമയത്ത് ഡയറക്ടറായിട്ടുള്ള ശിവബാബ നമ്മളോട് പറയുന്നത്, നിങ്ങൾ ശക്തി സ്വരൂപത്തിന്റെ റോളാണ് ചെയ്യുന്നത്, വിഘ്ന വിനാശകന്റെ റോളാണ് ചെയ്യേണ്ടത്, ശീതള ദേവിയുടെ റോളാണ് ചെയ്യേണ്ടത്, ഗണപതിയുടെ, ഹനുമാന്റെ എല്ലാം റോളാണ് ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ നമ്മൾ അതല്ലേ ചെയ്യേണ്ടത്, അല്ലാതെ നമ്മൾ കുംഭകർണന്റെ റോളല്ലല്ലോ ചെയ്യേണ്ടത്. अब कोई मेघनाथ बन जाए है ना, तो इस तरह का रोल हमने अज्ञान काल में बजाया, भक्ति में बजाया जब हम शूद्र थे. लेकिन अब हमारा डायरेक्टर हमें कह रहा है कि अब तुम्हें शिव शक्ति, तुम शिव शक्ति पांडव सेना हो, हमें स्मृति दे रहा है. तो उस स्मृति से हमारा इस समय वर्तमान का पाठ या कर्तव्य क्या होना चाहिए, ये हमें समझ होनी चाहिए. ഇപ്പൊ ഭക്തി മാർഗത്തില് അജ്ഞാന കാലത്തില് നമ്മൾ എന്ത് പാർട്ടാണോ ചെയ്തിരുന്നത് അതല്ലല്ലോ നമ്മള് ഇപ്പൊ ജ്ഞാനമാർഗത്തില് വരുമ്പോ നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ ബാബ എന്തൊക്കെയാണോ നമുക്ക് സ്മൃതി തന്നത്, നമ്മളുടെ ഈ സമയത്തെ പാർട്ട്, ശക്തി സ്വരൂപമായിട്ട് നമ്മൾ ചെയ്യേണ്ട പാർട്ട് എന്താണോ സ്മൃതി ബാബ ഉണർത്തി തന്നത്, അത് എപ്പോഴും സ്മൃതിയിൽ വെച്ച്, ഓർമ്മയിൽ വെച്ച് ആ പാർട്ടല്ലേ നമ്മൾ ചെയ്യേണ്ടത്. इसीलिए बाबा फिर मुरली में कहता है, बाबा मुस्कुराता है हमारा पाठ देखकर, क्योंकि वो कह रहा है कि तुम इस समय विघ्न विनाशक का पाठ बजाओ, और हम बजा रहे हैं मेघनाथ का पाठ, तो वो मुस्कुराएगा ना. അതുകൊണ്ടാണ് ബാബ പലപ്പോഴും മുരളിയിൽ പറയാറുണ്ട്, നിങ്ങൾ കുട്ടികളുടെ പാർട്ട് കാണുമ്പോൾ എനിക്ക് ചിരി വരാറുണ്ട്. കാരണം ബാബ നമ്മളോട് ചെയ്യാൻ പറയുന്ന പാർട്ട് വിഘ്ന വിനാശകന്റെ പാർട്ടാണ്, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് മേഘനാഥന്റെ പാർട്ടാണ്, അപ്പൊ പിന്നെ ചിരി വരില്ലേ എന്ന്. अब बाबा कह रहा है कि इस समय तुम देवी का पाठ बजाओ, शिव शक्ति का पाठ बजाओ, दुर्गा का पाठ बजाओ, शीतला का पाठ बजाओ, और हम बजाएं अगर स्वरूप नखा का पाठ, या वो जो राम की एक माँ की दासी थी, उसका क्या नाम था? मंत्रा, उसका पाठ बजाएं, है ना, तो बाबा मुस्कुराएगा ना. അപ്പൊ ബാബ നമ്മളുടെ അടുത്ത് ശിവശക്തിയുടെ പാർട്ട് അഭിനയിക്കാൻ പറയാണ്, ശക്തി സ്വരൂപം, ശീതള സ്വരൂപത്തിന്റെ ഒക്കെ പാർട്ട് അഭിനയിക്കാൻ പറയുമ്പോൾ നമ്മൾ അത് അഭിനയിക്കുന്നതിന് പകരം ശൂർപ്പണകയുടെ പാർട്ട് അഭിനയിക്കാം, മന്ദരയുടെ പാർട്ട് അഭിനയിക്കുകയാണെന്നുണ്ടെങ്കിൽ ബാബയ്ക്ക് അത് കണ്ട ചിരി വരില്ലേ. तो इसीलिए बाबा हमें स्मृति देता है कि भाई तुम जो हो, तुम शिव शक्तियां हो, पांडव सेना हो, अगर मैं सर्वशक्तिवान हूँ तो तुम सब आत्माएं मास्टर सर्वशक्तिवान हो. ബാബ നമുക്ക് സ്മൃതി ഉണർത്തി തന്നു, നിങ്ങൾ ശിവശക്തി പാണ്ഡവ സൈന്യമാണ്, ഞാൻ സർവശക്തിവാനാണെങ്കിൽ നിങ്ങൾ കുട്ടികൾ മാസ്റ്റർ സർവശക്തിവാനാണ്. और सिर्फ वो कह नहीं रहा है, बाबा ये भी कहता है कि हमेशा कई मुरलियों में बाबा कह चुका है कि ऐसा हो नहीं सकता कि तुम शक्ति का आवाहन करो और शक्ति जो है हाजिर ना हो, ये हो नहीं सकता, संभव है.
ബാബ പറയാറുണ്ട്, നിങ്ങൾ ആ ശക്തി സ്വരൂപത്തിൽ മാസ്റ്റർ സർവശക്തിവാൻ സ്ഥിതിയിൽ ഇരുന്നു കൊണ്ട് ഏതെങ്കിലും ഒരു ശക്തിയെ ആഹ്വാനം ചെയ്യുക, എന്നിട്ട് ആ ശക്തി വരാതിരിക്കുക, അത് അസംഭവമാണ്, അതൊരിക്കലും നടക്കില്ല. क्योंकि अगर आप देखेंगे ज्ञान मार्ग में बड़ा सूक्ष्म है. आज हम जो ये धारणाएं कर पा रहे हैं या हम जो अपने में परिवर्तन ला पा रहे हैं, उसका मेन कारण क्या है कि जो बाबा के बच्चे बनते ही बाबा कहता है मैंने तुम्हारे को गिफ्ट दिया, वर्षा दिया. वो क्या दिया? सर्व शक्तियाँ, सर्व गुण और सर्व शक्तियों का हमें संगम युग पर वर्षा दिया. അപ്പൊ നമുക്കറിയാം, നമ്മൾ ജ്ഞാനമാർഗത്തിൽ വന്ന് ബാബയുടെ കുട്ടിയായതിനു ശേഷം എന്തൊക്കെ ധാരണകൾ നമ്മുടെ ഉള്ളിൽ വന്നു, പരിവർത്തനം നമ്മുടെ ഉള്ളിൽ വന്നു. അതെല്ലാം എങ്ങനെയാണ് സംഭവിച്ചത്? ബാബ പറയാറുണ്ട്, എൻ്റെ കുട്ടിയായിട്ട് നിങ്ങൾ ജനിക്കുമ്പോൾ തന്നെ സർവശക്തികളും ഞാൻ നിങ്ങൾക്ക് സമ്പത്തിന്റെ രൂപത്തിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ ആ സർവശക്തികളുടെ സമ്പത്ത് നമുക്ക് ലഭിച്ചുകൊണ്ടാണ് നമുക്ക് ജീവിതത്തിൽ പരിവർത്തനം കൊണ്ടുവരാൻ സാധിച്ചത്, ധാരണ ചെയ്യാൻ സാധിച്ചത്. इसीलिए बाबा कई बार मूल्यों में कहता है कि दाता मैं हूँ, मैंने देने में फर्क नहीं करा, तुमने उसको लेने में या यूज करने में अंतर पड़ जाता है. അതുകൊണ്ടാണ് ബാബ മുരളിയിൽ പറയാറുണ്ട്, ഞാൻ എപ്പോഴും ദാതാവാണ്, ദാതാവായിട്ട് എല്ലാ കുട്ടികൾക്കും ഒരുപോലെ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്, പക്ഷെ നിങ്ങൾ കുട്ടികൾ എടുക്കുന്നതിൽ വ്യത്യാസം വരുന്നതുകൊണ്ടാണ്. और बाबा ये भी कहता है कि उसकी यथार्थ विधि है कि मालिक होकर, अधिकारी होकर आप शक्तियों का आवाहन करो, क्योंकि आप इनके मालिक हो, ये आपके दास दासी हैं. शक्तियाँ हमारे मालिक नहीं हैं, लेकिन बाबा ने हमको दिया है. तो मालिक का शक्तियाँ ऑर्डर ना माने, ऐसा हो नहीं सकता. അപ്പൊ നമ്മൾ ഏത് ശക്തിയെയാണ് വിളിക്കാൻ ആഗ്രഹിക്കുന്നത്, ആ ശക്തി വരണമെങ്കിൽ അതിനുള്ള വിധി ബാബ പറഞ്ഞു തന്നിട്ടുണ്ട്. ശക്തികളുടെ അധികാരിയായി ആ സ്ഥിതിയിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾ ഏത് ശക്തി ആവശ്യമുണ്ടോ ആ ശക്തിയെ നിങ്ങൾ ആഹ്വാനം ചെയ്താൽ മതി. മാലിക് അധികാരി വിളിച്ചാൽ ശക്തി വരാതിരിക്കുക എന്നുള്ളത് ഒരിക്കലും സംഭവ്യമായ കാര്യമല്ല. അപ്പൊ അധികാരി സ്ഥിതിയിൽ ഇരുന്നു കൊണ്ട് ശക്തിയെ ആഹ്വാനം ചെയ്യണം. इसीलिए बाबा हमें स्वमान का अभ्यास करने को कहता है कि आत्मा को मैंने कई स्वमान दिए हैं. बाबा ने हमको अनेक स्वमान दिए हैं. अगर हम उसकी लिस्ट निकालें तो बहुत लंबी लिस्ट हमारे सामने आ जाएगी. അപ്പൊ അതാണ് ബാബ നമ്മുടെ അടുത്ത് സ്വമാനത്തിന്റെ അഭ്യാസം ചെയ്യാൻ പറയാറുണ്ട്. ഒരുപാട് സ്വമാനങ്ങൾ ബാബ നമുക്ക് നൽകിയിട്ടുണ്ട്. സ്വമാനത്തിന്റെ ലിസ്റ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ അത് വളരെ നീണ്ട ഒരു ലിസ്റ്റ് ആയിരിക്കും. तो हमें जो है ये अभ्यास है ना, जहाँ हम बाबा बार बार जो सुबह भी बात हुई कि अपने आप को आत्मा स्थित करें. अब अपने आप को आत्मा स्थित करने का मतलब ये नहीं कि सारा दिन यही सोचते रहे कि मैं आत्मा हूँ, मैं आत्मा हूँ, मैं आत्मा हूँ. लेकिन आत्मा से संबंधित जो आत्मा में गुण हैं, शक्तियाँ हैं, जो आत्मा के स्वमान हैं, अगर हम उनका भी चिंतन करेंगे तो उसको भी आत्माभिमानी स्थिति कहा जाता. അപ്പൊ നമ്മൾ രാവിലെ ഡിസ്കസ് ചെയ്തല്ലോ, മുഴുവൻ ദിവസവും നമ്മൾ ആത്മാഭിമാനി സ്ഥിതിയിൽ ഇരിക്കണം എന്നുള്ളത്. അപ്പോൾ ആത്മബോധത്തിൽ ആത്മസ്മൃതിയിൽ ഇരിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇതല്ല, രാവിലെ മുതൽ വൈകുന്നേരം വരെ ഞാൻ ആത്മാവാണ് എന്നുള്ളത് മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുക, അങ്ങനെയല്ല. ആത്മാവിൽ എന്തെല്ലാം ഗുണങ്ങളാണോ, ആത്മാവിൽ എന്തെല്ലാം ശക്തികളാണോ ഉള്ളത്, ആത്മാവിന്റെ സ്വമാനങ്ങൾ എന്താണോ ഉള്ളത്, അതിനെക്കുറിച്ച് ചിന്തനം ചെയ്യുക. അതും ആത്മാഭിമാനി സ്ഥിതിയാണ്. तो ये हमारा जो बाबा कहता है कि ये कर्म योग है, तो कर्म योग का मतलब यही है कि जब हम कर्म करते हैं, हमारे सामने जो भिन्न भिन्न परिस्थितियां आती हैं, तो उन परिस्थितियों में हम या तो किसी गुण को यूज करें, किसी शक्ति को यूज करें, स्वमान को यूज करके, या बाबा की श्रीमत जो ज्ञान मिल रहा है उसको यूज करें और उस परिस्थिति के ऊपर विजय प्राप्त करें.
ഇപ്പൊ ബാബ നമ്മളുടെ അടുത്ത് കർമ്മയോഗിയായിട്ട് കർമ്മം ചെയ്യണമെന്ന് പറയാറുണ്ട്. അതിന്റെ അർത്ഥം ഇതാണ്: ആത്മാവ് കർമ്മം ചെയ്യുന്ന സമയത്ത് ആ കർമ്മം ചെയ്യുമ്പോൾ ഏതെങ്കിലും ആത്മാവിന്റെ ഏതെങ്കിലും ഗുണമോ ഏതെങ്കിലും ശക്തിയോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്വമാനമോ അല്ലെങ്കിൽ ബാബ നൽകിയിട്ടുള്ള ഏതെങ്കിലും ശ്രീമത്ത് ജ്ഞാനത്തിന്റെ പോയിന്റ് ഇത് ഉപയോഗിച്ചുകൊണ്ട് ആ കർമ്മം ചെയ്യുക, അതിനെയാണ് കർമ്മയോഗി സ്ഥിതി എന്ന് പറയുന്നത്. उदाहरण के तौर पर बाबा कई बार कहता है कि अगर आप निश्चय बुद्धि बनो, निश्चय गीता में भी लिखा है निश्चय बुद्धि विजयंती संशय बुद्धि विनिशयंती, है ना. ഗീതയിലും പറയുന്നുണ്ടല്ലോ, നിശ്ചയബുദ്ധി ആരാണോ അവർ വിജയിക്കും, നിശ്ചയബുദ്ധി വിജയന്തി, സംശയബുദ്ധി ആരാണോ അവരുടെ വിനാശം വിനശന്തി. അത് ബാബ മുരളിയിലും നമുക്ക് കേൾപ്പിച്ച് തന്നിട്ടുണ്ട്. अब मैं आपको इसका एक उदाहरण देती हूँ कि कैसे हम कर्म में निश्चय बुद्धि होकर चलें तो हमारी विजय अवश्य है, क्योंकि हमें ये शक्तियों को अपने कर्म में यूज करना है, तभी तो भक्ति में वो यादगार बनेगा. हम करेंगे ही नहीं तो फिर हमारा यादगार कैसे बनेगा ना. यही टाइम है हमको वो अपना कर्तव्य करने का. നമ്മൾ നോക്കണം, നമ്മൾ കർമ്മം ചെയ്യുമ്പോൾ എത്ര നിശ്ചയ ബുദ്ധിയോട് കൂടിയിട്ട് കർമ്മം ചെയ്യുന്നു, അതിലെത്ര നമ്മൾ വിജയം നേടുന്നു എന്നുള്ളത്. കാരണം കർമ്മം ചെയ്യുമ്പോൾ നമ്മൾ ശക്തികൾ ഉപയോഗിക്കുമ്പോഴാണ് നമ്മൾ വിജയിക്കുന്നത്. അപ്പൊ നമ്മൾ അങ്ങനെ ശക്തി ഉപയോഗിച്ച് കർമ്മം ചെയ്തതുകൊണ്ടാണ് നമ്മുടെ യാദ്ഗാർ സ്മരണയില് ശക്തി സ്വരൂപത്തിന്റെ ആധാരത്തിൽ നമ്മുടെ സ്മരണയും മഹിമയും വരാൻ കാരണം ഭക്തി മാർഗത്തില്. ये दिल्ली की बात है, आज से मैं समझती हूँ 20-22 साल पुरानी 2000 बिगनिंग की ये बात है, 2001 या 2 की, कि दिल्ली में एक बहुत बड़ा, जब दादी कहती थी मेगा प्रोग्राम करो, तो एक बहुत बड़ा जो है नेहरू स्टेडियम है, वहाँ पर बहुत बड़ा नेहरू स्टेडियम है, तो वहाँ पर एक बहुत बड़ा प्रोग्राम का आयोजन किया गया जिसमें सब दादियों को आना था. ഇപ്പോൾ 2000-2001 ആ കാലഘട്ടത്തിൽ ഒരു സേവനത്തിന്റെ കാര്യം പറയാണ്. ഡൽഹിയിൽ നെഹ്റു സ്റ്റേഡിയത്തിൽ വലിയൊരു പ്രോഗ്രാം വെച്ചിരിക്കുകയായിരുന്നു. ആ പ്രോഗ്രാമിൽ എല്ലാ ദാദിമാരെയും ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. दादी कहती थी 1 लाख की गैदरिंग करो, है ना. तो वो हमारा प्रोग्राम था दिसंबर मास में, और उस प्रोग्राम को करने के लिए कुछ नियम होते हैं सरकार के. तो उन नियमों में हमें पुलिस से और ट्रैफिक पुलिस से एनओसी लेना पड़ता है. അപ്പോൾ ആ സമയത്താണ് ദാദി എപ്പോഴും പറയാറുണ്ട്, മെഗാ പ്രോഗ്രാം നടന്നിരുന്ന ആ കാലഘട്ടത്തിൽ. അപ്പോൾ ദാദി എപ്പോഴും പറയാം മെഗാ പ്രോഗ്രാമിൽ 100,000 പേരെ നമ്മൾ ഗ്യാദർ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ആ സമയത്ത് മെഗാ പ്രോഗ്രാം ഡൽഹിയിൽ നടക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു വലിയ പ്രോഗ്രാം നടക്കുന്ന സമയത്ത് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഒരു നിർദ്ദേശം കൂടിയായിരുന്നു പോലീസുകാരുടെ അടുത്ത് നിന്ന് നമ്മൾ NOC സർട്ടിഫിക്കറ്റ് മേടിക്കണം എന്നുള്ളത്. प्रोग्राम से 3 दिन पहले, हमने 2 महीने पहले ही एनओसी के लिए अप्लाई किया, लेकिन प्रोग्राम से 3 दिन पहले पुलिस का मैसेज जब हम एनओसी के लिए मांगते हैं तो उनका मैसेज आता है हमें कि आप ये प्रोग्राम नहीं कर सकते हैं, आप कैंसल करें और फिर कभी ये प्रोग्राम कीजिएगा. എത്രയോ മുമ്പ് NOC കിട്ടാൻ വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ പ്രോഗ്രാമിന്റെ 3 ദിവസം മുമ്പാണ് പോലീസിൽ നിന്ന് അറിയിപ്പ് വരുന്നത്, NOC നിങ്ങൾക്ക് കിട്ടില്ല, നിങ്ങൾക്ക് ഈ പ്രോഗ്രാം പിന്നീട് നടത്താൻ വേണ്ടി മാറ്റി വെക്കേണ്ടി വരും എന്ന്. क्योंकि बाबा ने निमित्त बनाया था, मेरे साथ हमारी बड़ी दीदी भी थी. हम असिस्टेंट कमिश्नर ACP से मिलने स्पेशली गए कि ऐसे कैसे हो सकता है, दादियाँ आ रही हैं, इतना सेवा हो गई, पर्चे छप गए, सब कुछ हो गया और बहुत बड़ा खर्चा हुआ. तो हम ACP से मिलने गए और ACP ने भी मना कर दिया, क्योंकि 26 जनवरी आ रही है, तो वहाँ पर डिफेंस की गाड़ियाँ खड़ी होती हैं, ये होता है, ये तो असंभव है कि आपका ये प्रोग्राम वहाँ पर हो सके.
അപ്പൊ ഡിസംബർ മാസത്തിലായിരുന്നു ഈ പ്രോഗ്രാം ചെയ്യാൻ പ്ലാൻ ചെയ്തിരുന്നത്. അപ്പൊ ദീദി ആയിരുന്നു ഈ പെർമിഷനൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നിമിത്തമായിരുന്നത്. അപ്പൊ ഇവര് ACP അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് പോലീസിന്റെ അടുത്ത് പോയിട്ട് ഒന്നും കൂടെ റിക്വസ്റ്റ് ചെയ്തു. അപ്പോൾ ACPയും പറഞ്ഞത് നിങ്ങൾക്ക് NOC കിട്ടില്ല എന്ന്. അപ്പോൾ അതൊരിക്കലും നമ്മളെ സംബന്ധിച്ച് അങ്ങനെ ഒരിക്കലും വരാൻ പാടില്ല. കാരണം എല്ലാ ദാദിമാരും പങ്കെടുക്കുന്ന ഇത്രയും പൈസ ചെലവാക്കിയിട്ട് നമ്മൾ അറേഞ്ച് ചെയ്ത ഒരു പ്രോഗ്രാം, അപ്പൊ അത് നടക്കുക തന്നെ വേണമല്ലോ. निश्चय बुद्धि विजयंती, यहाँ पर निश्चय का पेपर आया। जब हम सेंटर वापस आए तो हमारी जो बड़ी दीदी और हमने कहा कि बाबा का प्रोग्राम तो होगा, इतना खर्चा किया है, बाबा का इतना नुकसान तो नहीं हो सकता, ये प्रोग्राम तो होकर रहेगा। ഇപ്പൊ ബഡി ദീദി പറഞ്ഞു, അതായത് നിശ്ചയ ബുദ്ധി വിജയന്തി എന്ന് പറയുന്നത് പോലെ നമുക്ക് നല്ല നിശ്ചയം ഉണ്ടാകണം. ഇത് ബാബയുടെ പ്രോഗ്രാമാണ്, ഇത്രയും പൈസ അതിനു വേണ്ടി ചെലവാക്കിയിട്ട് അത് ഫലമില്ലാതെ പോകാതെ ഒരിക്കലും ഉണ്ടാകില്ല. അപ്പൊ അതുകൊണ്ട് ഈ പ്രോഗ്രാം നടക്കുക തന്നെ ചെയ്യുമെന്ന്. तो मैं बाबा के कमरे में जाकर बैठ गई और टचिंग लेने के लिए कि बाबा आप टचिंग दो, अभी हमें क्या करना चाहिए, लेकिन ये प्रोग्राम तो होकर रहेगा। ഇപ്പൊ ബാബയുടെ റൂമിൽ പോയിരുന്ന ദീദി പറയാണ്, ഞാൻ ബാബയോട് പറഞ്ഞു, ബാബ എന്തെങ്കിലും ഒന്ന് ബുദ്ധിയിൽ ടച്ചിങ് നൽകണം, സങ്കല്പം നൽകണം, എങ്ങനെയെങ്കിലും ഈ വിഘ്നം മാറി ഈ പ്രോഗ്രാം നടക്കുന്നതിന് വേണ്ടി എന്ന്. और मैं बाबा के कमरे से बाहर आई तो हमारे पास वहाँ सेंटर पर एक माता आती, वो हाई प्रोफाइल है, उसके जो लौकिक पिताजी हैं वो मेंबर ऑफ पार्लियामेंट रह चुके हैं। तो वो आकर के मुझे एक विजिटिंग कार्ड पकड़ा थी। मैं बाबा के कमरे से बाहर आई, बोली कि कल मैं एक गैदरिंग में गई थी, वहाँ पर ये जॉइंट कमिश्नर ऑफ पुलिस मुझे मिले थे और वो ज्ञात कर रहे थे कि 71 में उन्होंने बाबा का कोर्स किया था और उन्होंने ये अपना कार्ड दिया है कि अगर कोई सेवा हो तो बताना। അപ്പൊ ദീദി ബാബയുടെ റൂമിൽ നിന്ന് പുറത്ത് വന്നപ്പോ ഒരു മാതാജിനെ കണ്ടു, മാതാജിനെ മീറ്റ് ചെയ്തു. അപ്പൊ മാതാജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈ പ്രൊഫൈലുള്ള നല്ല ഉയർന്ന ജോലിയുള്ള ഒരു മാതാജിയായിരുന്നു. ആ മാതാജിയുടെ അച്ഛൻ മെമ്പർ ഓഫ് പാർലമെന്റ് ആയിരുന്നു, MP ആയിരുന്നു. അപ്പൊ ആ മാതാജി ഒരു കാർഡ് ദീദിക്ക് കൊടുത്തിട്ട് പറഞ്ഞു, ഇത് ഇന്നലെ ഞാനൊരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്തപ്പോൾ അവിടെ ജോയിന്റ് കമ്മീഷണർ ഓഫ് പോലീസിനെ കണ്ടു. അപ്പൊ അവരാണ് എനിക്ക് കാർഡ് തന്നത്. കാരണം അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് പറഞ്ഞു, ഞാൻ 71 ബാബയുടെ സെന്റർ വന്നിട്ട് കോഴ്സ് കേട്ടതായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഷെയർ ചെയ്തു. എന്നിട്ട് പറഞ്ഞു, എന്തെങ്കിലും ആവശ്യമുണ്ട്, ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ട് ഈ കാർഡ് കൊടുത്തതാണ്. तो हमने तुरंत उनको फोन किया और उनका मोबाइल नंबर भी उन्होंने दिया। तो हमने उनको फोन किया, ऐसे बताया मैं इधर से बोल रही हूँ और ऐसा ऐसा हमारा प्रोग्राम है बाबा का और ये समस्या, ये विघन आ रहा है, आप इसमें हमारी मदद करें। तो उन्होंने कहा कि बहन जी आप आराम से जाकर बैठ जाओ, आपके पास सेंटर पर ही NOC आएगा। सेंटर पर ही NOC आएगा NOC और आएगा। सेंटर पर ही वो जो ACP बोल रहे थे कि असंभव है, उनका ही स्टाफ मुझे सेंटर पर NOC देने आया। അപ്പോൾ ഉടനെ തന്നെ ദീദി എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ജോയിന്റ് കമ്മീഷണർ ഓഫ് പോലീസിന് ഫോൺ ചെയ്തു. ഫോൺ നമ്പർ ഉണ്ടല്ലോ കാർഡിൽ, ഫോൺ ചെയ്തിട്ട് ഇന്നതാണ് ആവശ്യമെന്ന് പറഞ്ഞു. ഇങ്ങനെ ഒരു വിഘ്നം വന്നിട്ടുണ്ട്, ഈ പ്രോഗ്രാമിന് NOC കിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ തന്നെ അദ്ദേഹം പറഞ്ഞു, ബേൻജി ഒന്നും ചിന്തിക്കേണ്ട, ഞാൻ സെന്ററിലേക്ക് തന്നെ NOC എത്തിച്ചേക്കാം. ഏത് അസിസ്റ്റന്റ് കമ്മീഷണർ ആണോ പറഞ്ഞത് NOC തരില്ല എന്ന്, അവരുടെ ഓഫീസിലെ സ്റ്റാഫിനെ വിട്ടിട്ട് തന്നെ NOC സെന്ററിലേക്ക് എത്തിക്കാം എന്ന് പറഞ്ഞു. और बहुत अच्छा सब दादियाँ आई, प्रेसिडेंट उस समय अब्दुल कलाम जी थे, वाइस प्रेसिडेंट दोनों आए थे और बहुत अच्छा प्रोग्राम हुआ था। उसके बाद दिल्ली में बहुत सेवाओं की उन्नति हुई और वो भाई भी बहुत सेवा में मददगार बने, आगे भी जॉइंट कमिश्नर। तो निश्चय अगर हम रखते हैं, ये मैंने अनुभव सुनाया कि तो हमारी विजय होती है, बाबा मदद भी करता है और हमें शक्ति भी
मिलती है। അപ്പൊ അങ്ങനെ ആ പ്രോഗ്രാം വളരെ ഗംഭീരമായിട്ട് തന്നെ നടന്നു. എല്ലാ ദാദിമാരും വന്നു. പിന്നീട് ഈ പ്രസിഡന്റ് അബ്ദുൽ കലാം സാർ ആയിരുന്നു അന്ന് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും എല്ലാവരും അറ്റൻഡ് ചെയ്തു. വളരെ വലിയ വിജയമായിരുന്നു. അതിനുശേഷമാണ് ഡൽഹിയിൽ വളരെ നല്ല രീതിയിൽ സേവനത്തിന്റെ ഉന്നതി നടന്നു. ഈ ജോയിന്റ് കമ്മീഷണർ ഓഫ് പോലീസ് അദ്ദേഹവും ഒരുപാട് പിന്നീട് യജ്ഞ സേവനത്തിന് വേണ്ടി സഹയോഗിയായി. അപ്പൊ ദീദി പറഞ്ഞു വന്നത് ഇതാണ്, നമുക്ക് എത്ര നിശ്ചയബുദ്ധിയുണ്ട് അതിനനുസരിച്ച് തീർച്ചയായിട്ടും നമ്മുടെ കാര്യങ്ങളിൽ വിജയം ഉണ്ടാവുക തന്നെ ചെയ്യും. तो हमें हमारे अंदर जो बाबा ने हमें गुण दिए हैं, शक्तियां दी हैं, उनको हमें यूज करना है। ज्यादातर आप देखो, मैं कई बार ब्राह्मणों से पूछती हूँ कि आपको बाबा पे स्वयं पे निश्चय है, तो क्या उत्तर देते? वैसे तो हमें निश्चय है, लेकिन जब कोई परिस्थिति आती है ना, तब थोड़ा निश्चय डावाडोल हो जाता है। अरे परिस्थिति के टाइम ही तो आपका निश्चय का पेपर है और उसी समय आपका डावाडोल हो जाता है। ദീദി പറയാണ്, ഞാൻ പലപ്പോഴും ബ്രാഹ്മണരെ കാണുമ്പോൾ ചോദിക്കാറുണ്ട്, അതായത് നിങ്ങളുടെ സ്ഥിതി, നിശ്ചയബുദ്ധി സ്ഥിതിയിൽ നിങ്ങളുടെ ഗുണങ്ങളും ശക്തികളും ഒക്കെ നിങ്ങൾ ഉപയോഗിക്കുന്നതിൻ്റെ അനുഭവമൊക്കെ നിങ്ങൾക്കുണ്ടോ? അപ്പോൾ പറയുന്നത് ആ അനുഭവമുണ്ട്, പക്ഷേ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ, പരിതസ്ഥിതി വരുമ്പോൾ സ്ഥിതി ഇളകി പോകുകയെന്ന്. അപ്പൊ ദീദി പറയാണ്, ആ പരിതസ്ഥിതി തന്നെ നമ്മുടെ നിശ്ചയത്തിന്റെ ടെസ്റ്റ് പേപ്പർ ആയിട്ട് വരുന്നതല്ലേ. അപ്പൊ ആ പരിതസ്ഥിതി വരുമ്പോഴല്ലേ നമ്മൾ നമ്മുടെ ഗുണങ്ങളും ശക്തികളും ഒക്കെ ഉപയോഗിച്ച് ആ പരിതസ്ഥിതിയുടെ മേൽ ജയിക്കേണ്ടത്. അപ്പൊ ആ സമയത്ത് നമ്മൾ തോറ്റു പോകാൻ വേണ്ടിയല്ലല്ലോ ഗുണങ്ങളും ശക്തികളും നമ്മുടെ ഉള്ളിലുള്ളത്. तो हमें अपनी अवस्था का, अपनी जो बाबा ने हमें दिया है, तो परिस्थितियां हमारे लिए अपॉर्चुनिटी है। बाबा कई बार कहता है ये तूफान नहीं है, ये आपके लिए तोहफा है। तो ये परिस्थितियों को परिस्थिति ना देखकर, तो हम ये हीरो एक्टर्स के लिए ये अपॉर्चुनिटी है जहाँ पर हमें अपनी कला दिखानी है। ये तो ऐसे हो गया जैसे हीरो कहे, वैसे तो मैं बहुत स्ट्रांग हूँ, लेकिन जब मेरे सामने विलियन आता है तब पता नहीं मुझे क्या हो जाता है। तो फिर वो हीरो रहा। അപ്പൊ ശരിക്കും പറഞ്ഞ പരിസ്ഥിതികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുന്നിൽ വരുന്ന അവസരങ്ങളാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള ഗുണങ്ങളും ശക്തികളും ഒക്കെ ഉപയോഗിക്കാൻ വേണ്ടി നമുക്ക് ലഭിക്കുന്ന അവസരങ്ങളാണ്. അത് നമ്മൾ ഉപയോഗിച്ച് അതിൻ്റെ മേലെ ജയിക്കുമ്പോഴാണ് നമ്മുടെ സ്ഥിതി ഉയരുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ബാബ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഹീറോയിൻ പാർട്ടിധാരികളാണ്. ഇപ്പൊ ഏതെങ്കിലും ഒരു സിനിമയിൽ ഒരു ഹീറോ പറയാണ്, പൊതുവേ ഞാൻ നല്ല സ്ട്രോങ് ആണ്, പക്ഷേ ഏതെങ്കിലും ഒരു വില്ലൻ എന്റെ മുന്നിൽ വരുമ്പോഴാണ് എന്റെ ശക്തി പോകുന്നത്. അപ്പൊ പിന്നെ ഇങ്ങനെ സ്ട്രോങ്, എങ്ങനെ ഹീറോ പാർട്ടിധാരി എന്ന് പറയാൻ സാധിക്കും? അപ്പൊ അതുപോലെ നമ്മൾ തിരിച്ചറിയാൻ, നമ്മുടെ മുന്നിൽ വരുന്ന പരിതസ്ഥിതി എന്ന് പറയുന്നത് നമ്മളെ ഹീറോ പാർട്ടിധാരികളാക്കാൻ അല്ലെങ്കിൽ ശക്തിശാലിയാക്കാൻ വേണ്ടി വരുന്ന, ആ ശക്തിയെ ഉപയോഗിക്കാൻ വേണ്ടി വരുന്ന അവസരങ്ങളാണ് എന്ന്. जैसे कई बार पूछो आप खुश रहते हो, कहेंगे वैसे तो हम खुश रहते हैं, लेकिन जब कोई बात आ जाती है ना, तब थोड़ा मूड ऑफ हो जाता है। वैसे तो हम खुश रहते हैं. അതാണ് നമ്മൾ ആരോടെങ്കിലും ചോദിക്കാണ് സന്തോഷമായിട്ടാണോ ഇരിക്കുന്നത് ചോദിച്ചാൽ പറയും സാധാരണ ഓക്കെ നമ്മൾ സന്തോഷത്തിൽ തന്നെയാണ്, പക്ഷെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം വരുമ്പോൾ മാത്രമാണ് സന്തോഷം പോകുന്നത് എന്ന്. അപ്പൊ പ്രശ്നം വരുമ്പോഴാണല്ലോ നമ്മുടെ സന്തോഷം പോകാൻ പാടില്ലാത്തത്. അത് നമുക്ക് ഒരു പരീക്ഷ പേപ്പർ ആണല്ലോ നമുക്ക് സ്വയം മനസ്സിലാക്കാൻ വേണ്ടി. तो कला क्या है? यही तो कला है। हम कहते हैं, हम दुनिया को कहते हैं हम जीवन जीने की आपको कला सिखला रहे हैं, योग के राजयोग जीवन जीने की कला है, लेकिन वो जीवन जीने की कला पहले मुझे अपने में इम्प्लीमेंट करनी है, तब तो मैं दूसरे को सिखा सकूंगी. അപ്പൊ ഹീറോയിൻ പാർട്ടിധാരി ആകണമെങ്കിൽ അതിനുള്ള കലയാണ് യഥാർത്ഥത്തിൽ ഇത്. അതായത് പരിതസ്ഥിതികൾ വരുമ്പോൾ നമ്മൾ ഗുണങ്ങളും ശക്തികളും ഉപയോഗിക്കണം, അതിൻ്റെ മേലെ നമ്മൾ വിജയിക്കണം. ആ കല നമ്മുടെ ഉള്ളിൽ, അതാണ് ജീവിക്കാനുള്ള കല എന്ന് പറയുന്നത്. ഇതാണ് പരിതസ്ഥിതിക്കനുസരിച്ച് നമ്മൾ ഗുണങ്ങളും ശക്തികളും കർമ്മത്തിൽ പ്രായോഗികമായിട്ട് കൊണ്ടുവരണം. जैसे एक सर्कस में वो पैदल तो सब चलते हैं, लेकिन वो रस्सी पे चलते हैं, तो वो एक कला हो जाती है जिसको दुनिया देखने जाती है.
നമ്മൾ കണ്ടിട്ടുണ്ട് സർക്കസിൽ ഇങ്ങനെ കയറിന്റെ മേലെ കൂടെ നടക്കുന്നവര്. അപ്പൊ അതൊരു കലയാണ്. സാധാരണ നടക്കാൻ സാധിക്കും, പക്ഷെ കയറിന്റെ മേലെ കൂടെ നടക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ കല തന്നെയാണ്. उसी तरह से हम ब्राह्मण जब ऐसी कोई कला दिखाएंगे कि तनाव वाली परिस्थिति में भी हम खुश रहेंगे, विघ्नों को भी हम पार करेंगे निश्चय बुद्धि होकर, ऐसे कुछ जैसे हनुमान पहाड़ उठा के ले आया जो हमारा गायन है ना, और गणेश के गायन है, दुर्गा की कई स्टोरीज हैं. जब हम वो प्रैक्टिकल में करेंगे तब तो दुनिया वाले मानेंगे कि हाँ ये हीरो हैं, नहीं तो वो कहेंगे जैसे हम हैं वैसे आप हो, फर्क क्या हुआ. അപ്പൊ അതുപോലെ നമ്മുടെ ഉള്ളിലും അങ്ങനെയുള്ള കല ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള പരിതസ്ഥിതികൾ വരികയാണ്, ടെൻഷൻ ഉണ്ടാവുന്ന രീതിയിലുള്ള സിറ്റുവേഷൻസ് വരികയാണെങ്കിൽ അപ്പൊ നമ്മൾ മനസ്സിലാക്കണം ആ സമയത്ത്. ഇപ്പൊ ഏതുപോലെ നമുക്കറിയാം ഗണപതിയെ കുറിച്ച്, വിഘ്ന വിനാശകൻ എന്നുള്ള മഹിമ വന്നു ഗണപതിയുടെ. അതുപോലെ ഹനുമാനെ കുറിച്ച് കാണിക്കാറുണ്ട്, പർവ്വതം ഉയർത്തിക്കൊണ്ട് പോകുന്നതായിട്ട്. അപ്പൊ ഇതൊക്കെ ശരിക്കും നമ്മളുടെ തന്നെ മഹിമ യാദഗാറാണ്. അപ്പൊ ആ സമയത്ത് നമ്മൾ ആ പരിതസ്ഥിതിയുടെ മേലെ ജയിക്കാനുള്ള കലയാണ് നമുക്ക് വേണ്ടത്. ഈ ശക്തികളും ഗുണങ്ങളും ഉപയോഗിച്ചിട്ട് അതിന്റെ മേലെ ജയിക്കുകയാണ് വേണ്ടത്. അതുകൊണ്ടാണ് നമ്മുടെ യാദഗാർ വന്നത്. आपको अभी लेटेस्ट बताती माना वो हमारे अंदर अब दिखना शुरू हुआ है. अभी हमने दिल्ली में लेटेस्ट भारत मंडपम में एक प्रोग्राम किया था, आप सबने सुना होगा. तो हमने जो वो प्रोग्राम किया भारत मंडपम में, तो वहाँ पर बीकेएस भी आए, हमने सब मैनेज किया. तो जब लास्ट डे था तो लास्ट डे जो वहाँ की पूरी जो टीम थी भारत मंडपम वालों की, जो ऑफिसर्स थे, वो मेरे से आकर लास्ट डे मिले. ഇപ്പൊ ഡൽഹിയിൽ ഈ അടുത്ത് ഭാരത മണ്ഡപത്തിൽ ഒരു വലിയൊരു പ്രോഗ്രാം ചെയ്തിരുന്നു. നമ്മൾ BKs എല്ലാവരും കൂടിയിട്ടാണ്, എല്ലാ BKസും വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ പ്രോഗ്രാമിന്റെ അവസാനത്തെ ദിവസം ഭാരത മണ്ഡപത്തിന്റെ സ്റ്റാഫുകൾ എല്ലാവരും കൂടി വന്നിട്ട് ദീദിനെ മീറ്റ് ചെയ്തിരുന്നു. तो उन्होंने अपने मुख से ये कॉम्प्लीमेंट्स दिए कि आप लोगों ने जिस तरह से मैनेज किया है, यहाँ बड़े बड़े इवेंट मैनेजमेंट कंपनियां आती हैं, वो भी इतना अच्छा मैनेज नहीं करते हैं. मेन उन्होंने कहा आपने बड़े पीसफुली मैनेज किया, नहीं तो यहाँ तो लड़ाई झगड़े हो जाते हैं. അപ്പൊ അവര് വന്നിട്ട് ദീദിക്ക് ഒരു വലിയ കോംപ്ലിമെന്റ് ആണ് കൊടുത്തത്. അതായത് നിങ്ങളുടെ പ്രോഗ്രാം എത്ര പീസ്ഫുൾ ആയിട്ടാണ് മാനേജ് ചെയ്തത്. വലിയ വലിയ ഇവന്റ് മാനേജ്മെന്റ് ഗ്രൂപ്പുകാർക്ക് പോലും മാനേജ് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് നിങ്ങളുടെ പ്രോഗ്രാം അത്ര പീസ്ഫുൾ ആയിട്ട് മാനേജ് ചെയ്തത്. സാധാരണ ഇവിടെ എന്തെങ്കിലും പ്രോഗ്രാം നടന്ന ആകെ ബഹളവും വഴക്കുമാണ് ഉണ്ടാകാറുള്ളത്. दूसरा उन्होंने कॉम्प्लीमेंट दिया कि वहाँ पर एक सिस्टम है जो CPWD है, वही वहाँ फूल सजाते हैं, और भारत में दी बेस्ट फूल सजाने वाला CPWD है, सेंट्रल पावर वर्क्स, जिसकी आप झांकी भी देखते होंगे 26 जनवरी पे फूलों की लगती है ना. तो उन्होंने ये कॉम्प्लीमेंट दिया. वो फूल बहुत सुंदर सजाए थे, और जब प्रोग्राम पूरा हो गया तो वो फूल वैसे ही थे जैसे सजाए थे. तो उन्होंने कहा कि अभी थोड़े दिन पहले PM का प्रोग्राम हुआ, और जो पब्लिक आई थी वो सारे प्रोग्राम के बाद फूल नोच नोच के ले गए, और आपके फूल वैसे के वैसे ही पड़े हैं. आपके जो आए थे ब्राह्मण बड़े सभ्य थे. അപ്പൊ ആ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് പുഷ്പങ്ങൾ അറേഞ്ച് ചെയ്തത്, ഏറ്റവും നല്ല രീതിയിൽ പുഷ്പങ്ങൾ അറേഞ്ച് ചെയ്യുന്ന ഒരു ടീമുണ്ട്, അവരാണ് വന്നിട്ട് ചെയ്തത്. അപ്പോൾ ആ അടുത്ത കോംപ്ലിമെന്റ് നൽകിയത് ഇതാണ്. ഇതിനു മുമ്പ് ഈ ഹാളിൽ വലിയൊരു പ്രോഗ്രാം നടത്തിയിരുന്നു, ഇതുപോലെ തന്നെ നല്ല രീതിയിൽ പുഷ്പങ്ങൾ അറേഞ്ച് ചെയ്തിരുന്നു. പക്ഷെ അവരുടെ പ്രോഗ്രാം കഴിഞ്ഞ് അവർ പോയപ്പോൾ ആ ഓഡിയൻസിലുള്ളവരെല്ലാം വന്നിട്ട് ആ പൂവൊക്കെ ഇങ്ങനെ പറിച്ചു കൊണ്ടുപോവായിരുന്നു. പക്ഷെ നിങ്ങളുടെ പ്രോഗ്രാം കഴിഞ്ഞിട്ടും ആ പുഷ്പങ്ങൾ എങ്ങനെ സുന്ദരമായിട്ട് അറേഞ്ച് ചെയ്തോ അത് അതേപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ഓഡിയൻസിൽ ഉണ്ടായിരുന്ന നമ്മുടെ ബ്രാഹ്മണ പരിവാരത്തിൽ ആരും വന്നിട്ട് അത് പറിച്ച് കൊണ്ടുപോവുകയോ ഡിസ്റ്റർബ് ചെയ്യുകയോ ഒന്നും ചെയ്തില്ല എന്നുള്ള കോംപ്ലിമെന്റും കൂടി നൽകിയെന്ന്. तो ये जो बाबा कहता है प्रत्यक्षता है ना, तो ऐसा नहीं है कि
हम ब्राह्मण अगर कहीं जाते हैं तो दुनिया वाले हमें नहीं देख रहे हैं, वो हमें देख रहे हैं और वो हर चीज हमारी नोटिस करते हैं, तभी तो यादगार बनेगा ना। ഇതിനെ തന്നെയാണ് പ്രത്യക്ഷത എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ബ്രാഹ്മണര് ലോകത്തിലേക്ക് പോകുമ്പോൾ, പുറം ലോകത്തിലേക്ക് പോകുമ്പോൾ ആരും നമ്മളെ നോട്ടീസ് ചെയ്യുന്നില്ല എന്നുള്ളതല്ല, നമ്മളെ എല്ലാവരും ശരിക്കും ശ്രദ്ധിക്കുന്നുണ്ട്, നോട്ടീസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മളുടെ മഹിമ വരാൻ കാരണവുമായത്. उसी तरह से जैसे आप लोग हैं, घर गृहस्थ में रहते हैं, ऑफिस में रहते हैं, तो ज्यादातर आपके आसपास वालों को मालूम है कि आप बीके हैं, तो बीके होने के कारण वो आपके हर कर्म को देखते हैं, नोटिस करते हैं। तो वो कर्म हमारे कैसे हों, गुण, जिसमें गुण दिखें, जिसमें शक्तियां दिखें, कुछ में उसमें कुछ एक्स्ट्रा ऑर्डिनरी कला दिखे, तभी तो बाबा प्रत्यक्ष होगा ना। അപ്പൊ നിങ്ങൾ എല്ലാവരും ഗൃഹസ്ഥികളാണ്, കുടുംബത്തിൽ ജീവിക്കുന്നവരാണ്. അപ്പൊ എല്ലാവർക്കും, കുടുംബത്തിലുള്ള എല്ലാവർക്കും അറിയാലോ നിങ്ങൾ BK ആണ്. നിങ്ങൾ ഓഫീസിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ അവിടെ ഉള്ളവർക്കും അറിയാലോ നിങ്ങൾ BK ആണെന്ന്. അതുകൊണ്ട് നിങ്ങളുടെ കർമ്മം എല്ലാവരും, കുടുംബത്തിലുള്ളവരാണെങ്കിലും ജോലി സ്ഥലത്തുള്ളവരാണെങ്കിലും ഒക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പൊ നമ്മളുടെ കർമ്മത്തിൽ നമ്മൾ എന്തെങ്കിലും ഒരു ഗുണം കാണിക്കുകയാണ്, അപ്പോഴാണല്ലോ അവിടെ പ്രത്യക്ഷത, ബാബയുടെ പ്രത്യക്ഷത നമ്മുടെ കർമ്മത്തിലൂടെ വരുന്നത്. അപ്പോഴാണല്ലോ നമ്മുടെ കർമ്മത്തിൽ അവര് ഗുണം നോട്ടീസ് ചെയ്യുക, ഏതെങ്കിലും ശക്തി നോട്ടീസ് ചെയ്യുക, എന്തെങ്കിലും വിശേഷത നോട്ടീസ് ചെയ്യുമ്പോഴാണല്ലോ. इसीलिए बाबा कहता है सन शोज फादर, इसलिए बाबा कहता है कि दुनिया के सबसे बड़े VVIP जो हैं वो बाबा के बच्चे हैं। तो ये जो बाबा हमें कहता है, तो जितना बड़ा हम हैं, जितने बड़े हम हैं, तो उतना हमें अपने ऊपर अटेंशन रखने की भी जरूरत है. ഇപ്പൊ ബാബ നമ്മളെ കുറിച്ച് പറയാറുണ്ട്, നിങ്ങളാണ് ലോകത്തിലെ VVIPകള്. അപ്പൊ നമ്മൾ അത്രയും വലിയവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കർമ്മത്തിലും അത് തീർച്ചയായിട്ടും കാണുക തന്നെ വേണം. കാരണം എല്ലാവർക്കും അറിയാം നമ്മൾ BKs ആണ്, നമ്മൾ ആരാണ് എന്നുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ ആ ഒരു സ്മൃതി നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. അത് എല്ലാവരും അറിയുന്നുണ്ട്. അപ്പൊ നമ്മളിലൂടെ ബാബ പ്രത്യക്ഷമാകുന്നത് അങ്ങനെയാണ്. അതുകൊണ്ടാണ് ബാബ ഒരു ശബ്ദം യൂസ് ചെയ്തത്, സൺ ഷോസ് फादर, മക്കളിലൂടെയാണ് അച്ഛന്റെ പ്രത്യക്ഷത നടക്കുന്നത്. तो आप सब चाहते हैं ना कि अभी प्रत्यक्षता हो, कि अभी और आगे करें, कि आप चाहते हैं कि अब बाबा प्रत्यक्ष होना चाहिए. कौन कौन चाहता है कि अब നിങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്നുണ്ടല്ലോ बाबा की, ബാബ എന്നിലൂടെ പ്രത്യക്ഷമാകണമെന്ന്. सभी चाहते हैं ना. എല്ലാവരും दुख बढ़ रहा है, तो इसके लिए क्या हो जाता, जो हमारा भी अपना भी प्रैक्टिकल अनुभव है कि हम ब्राह्मण हैं. हमारी 3 स्टेज होती है ब्राह्मण लाइफ में. आप देखेंगे आपकी 3 स्टेज होगी. एक साधारण ब्राह्मण कॉन्शियस है कि मैं BK हूँ, लेकिन हम थोड़ा सा साधारण रहते हैं, साधारण ब्राह्मण समझ के चलते हैं. दूसरी हमारी स्टेज होती है जो थोड़ी श्रेष्ठ होती है, कि मैं श्रेष्ठ ब्राह्मण हूं. और तीसरी स्टेज होती है नशे वाली. ബ്രാഹ്മണ ജീവിതത്തില് 3 സ്റ്റേജ് നമുക്ക് എല്ലാവർക്കും വരുന്നുണ്ട്. ആദ്യത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ സ്റ്റേജ്. നമുക്കറിയാം ഞാൻ ബ്രാഹ്മണനാണ്, ഞാൻ BK ആണ്, പക്ഷെ ഒരു സാധാരണ ലെവലില്. സെക്കൻഡ് സ്റ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉള്ളിൽ എപ്പോഴും ഓർമ്മ ഉണ്ടായിരിക്കും, ഞാൻ സാധാരണ ബ്രാഹ്മണനല്ല, ഞാൻ ശ്രേഷ്ഠ ബ്രാഹ്മണനാണ്. ആ ഒരു സ്ഥിതിയാണ് എപ്പോഴും, ആ ഒരു ഓർമ്മയിൽ ഇരിക്കുന്നതാണ് രണ്ടാമത്തെ സ്ഥിതി. മൂന്നാമത്തെ സ്ഥിതി എന്ന് പറഞ്ഞാൽ ആ ഒരു ലഹരി നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കും. ലഹരിയുടെ ആ ഒരു സ്ഥിതി, അതാണ് മൂന്നാമത്തെ സ്ഥിതി എന്ന് പറയുന്നത്. जैसे साकार बाबा था, हम दादियों को देखते हैं, उनकी स्टेज क्या थी? नशे वाली, नशा था उनका. जब देखो वो दादियां नशे में दिखती थी, कि हम जैसे कि एक ब्राह्मण लाइफ का उनके अंदर एक नशा, भविष्य नई दुनिया बनाने का नशा. उनकी स्टेज हमेशा कैसी थी? नशे वाली. ഇപ്പൊ നമ്മൾ കണ്ടിട്ടുണ്ട് ദാദിമാരുടെ സ്റ്റേജ്, ബാബയുടെ സ്റ്റേജ്, അത് ഈ മൂന്നാമത്തെ സ്റ്റേജ് ആണ്.
എപ്പോഴും അവർക്ക് അവരുടെ ബ്രാഹ്മണ ജീവിതത്തെ പ്രതി എപ്പോഴും ഒരു ലഹരിയാണ്, അതിയായ ലഹരിയാണ്. എപ്പോഴും നമ്മളത് അത് കാരണം അവരുടെ സ്മൃതിയിൽ എപ്പോഴും അങ്ങനെയാണ്, ആ ജീവിതത്തെ പ്രതി അവരുടെ ഉള്ളിൽ വളരെ ലഹരി. അതാണ് ആ മൂന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത്. आप सबको भी अनुभव होगा जो भी दादियों से मिले हैं कि दादियों से जब भी मिलते थे तो उनके अंदर एक बाबा का, ज्ञान का, गुणों का, शक्तियों का, भविष्य का नशा ही दिखता था. നിങ്ങൾക്കും അനുഭവം ഉണ്ടാകും, എപ്പോഴൊക്കെ നമ്മൾ ദാദിമാരെ മീറ്റ് ചെയ്യുന്നു, കാണുന്നു, അപ്പോഴെല്ലാം അവരുടെ ഉള്ളില് ബാബ എന്നുള്ള ലഹരി, ജ്ഞാനത്തിന്റെ ലഹരി, ഗുണങ്ങളുടെ ലഹരി, ഭാവിയെ കുറിച്ചിട്ടുള്ള ലഹരി, എപ്പോഴും ആ ഒരു ലഹരിയുടെ അവസ്ഥയാണ് അവരിൽ കാണാൻ സാധിക്കുന്നത്. लेकिन हमारा क्या होता है, हमारी स्टेज इन तीनों में ऊपर नीचे होती रहती है. कभी हम साधारण चलते हैं, ठीक है, कर रहे हैं, चल रहे हैं, अब इतना ही होता है, ठीक है. फिर थोड़ा कई बार अवस्था थोड़ी श्रेष्ठ होती है तो उस दिन देखते हैं आज मेरा अमृत वेला बहुत अच्छा लगा, आज मुरली बड़ी अच्छी थी. मुरली तो रोज ही अच्छी लगती है, लेकिन आज मेरी क्योंकि अवस्था थोड़ी अच्छी है तो आज मुरली भी अच्छी लग रही है, ज्ञान भी अच्छा लग रहा है, ब्राह्मण संगठन भी अच्छा लग रहा है क्योंकि मेरी अवस्था. और जब नशे में होते हैं तो कहते हैं हम तो जैसे ज्ञान में उड़ रहे हैं, आज तो मैं अमृत वेला ऐसा लगा जैसे बाबा ने मुझे जैसे खींच लिया, उड़ा लिया. अब ये फर्क क्यों? ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിട്ടാണെങ്കിൽ നമ്മള് ഈ 3 സ്റ്റേജിലും ഇങ്ങനെ കയറി ഇറങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ്. ചിലപ്പോ നമ്മൾ ഇങ്ങനെ ഇങ്ങനെയൊക്കെ പോകുന്നു, ബ്രാഹ്മണ ജീവിതം ഇങ്ങനെയൊക്കെ പോകുന്നു, അങ്ങനെ പറയും, ഒരു സാധാരണ സ്ഥിതി. ചില സമയത്ത് നമ്മുടെ സ്ഥിതി നല്ല ശ്രേഷ്ഠമായിരിക്കും. അപ്പൊ നമ്മൾ അനുഭവം ചെയ്തു, ഇന്ന് ഞാൻ അമൃതവേള നന്നായിട്ട് ചെയ്തു, ഇന്നത്തെ മുരളി എത്ര നല്ലതായിരുന്നു. വാസ്തവത്തിൽ നമ്മുടെ സ്ഥിതി ശ്രേഷ്ഠമായതുകൊണ്ട് മുരളി നമുക്ക് നന്നായിട്ട് തോന്നിയതാണ്. ചില സമയത്ത് നമുക്ക് നല്ല ലഹരിയുടെ അനുഭവവും, അമൃതവേളയിലെ എന്ത് അനുഭവമായിരുന്നു, ആ ഒരു ലഹരിയുടെ അനുഭവം എനിക്ക് ചെയ്യാൻ പറ്റി. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഈ 3 സ്ഥിതിയും ഇങ്ങനെ ഏറ്റക്കുറച്ചില്ല, ചിലപ്പോൾ നല്ല ഉയർന്നത്, ചിലപ്പോൾ താഴ്ന്നത്, ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കുകയാണ്. तो ये जो हमारा उतरना चढ़ना ऊपर नीचे होता है, अब हम ये लक्ष्य रखें कि हमको सदा कैसे रहना है, नशे में रहना है, साधारणता में नहीं आना है. ഇനി നമ്മൾ ലക്ഷ്യം വെക്കേണ്ടത് ഇതാണ്, നമ്മളുടെ ഉള്ളിലെ ഈ സ്ഥിതിയുടെ ഏറ്റക്കുറച്ചില് അത് അവസാനിപ്പിക്കണം. എന്നിട്ട് എപ്പോഴും മൂന്നാമത്തെ സ്ഥിതി, സദാ ലഹരിയിലുള്ള ആ ഒരു സ്ഥിതി, ആ സ്ഥിതിയിൽ എപ്പോഴും സ്ഥിതി ചെയ്യണം എന്നുള്ള ഒരു ലക്ഷ്യം നമ്മൾ വെക്കണം. क्योंकि आज भी बाबा ने कहा नंबरवार है, कोई राजा रानी, कोई दास दासी. उसका कारण यही है कि जो अवस्था हम साधारणता में आ जाते हैं तो उसके कारण से नेचुरल है, उसका इफेक्ट हमारी सेवा पर भी पड़ता है, हर चीज पर उसका. नहीं तो दादियों से कोई 1 मिनट भी मिलके संतुष्ट हो जाता था. അപ്പൊ അതാണ് ഇന്ന് ബാബ മുരളിയിൽ പറഞ്ഞത്, അതായത് നമ്പർ വൈസ് വരുന്നു എന്നുള്ളത്. ചിലര് രാജാറാണിയാകും, ചിലര് പ്രജയാകുന്നു. അപ്പൊ അത് നമ്മളുടെ സ്ഥിതിയിലുള്ള വ്യത്യാസമാണ് വരുന്നത്. അപ്പൊ നമ്മളുടെ സ്ഥിതി എപ്പോഴും അത്രയും ഉയർന്നതായിരിക്കണം, ഉയർന്ന സ്ഥിതിയിൽ നമുക്ക് സ്ഥിതി ചെയ്യാൻ സാധിക്കണം. അപ്പോഴാണ് നമുക്ക് ആ സ്ഥിതിയുടെ സാധാരണ രീതിയിൽ വരുമ്പോൾ നമുക്ക് ആ ഉയർന്ന ഒരു അവസ്ഥ നമുക്ക് കിട്ടില്ല. അപ്പൊ എപ്പോഴും നമ്മൾ ഉയർന്ന സ്ഥിതി മെയിൻറ്റെയിൻ ചെയ്യണം ലഹരിയിൽ. और हम लोग घंटों घंटों लगे रहते हैं समझाने में, उनको नशा चढ़ाने में. फर्क क्या? वो दादियों की अवस्था सेवा करती थी, उनके वाइब्रेशन से, अवस्था से ही वाइब्रेशन बनते हैं ना, तो वो उनकी अवस्था ही इतनी. गुलजार दादी की आज क्लास है, हम देखते थे डायमंड हॉल में अनाउंसमेंट होती थी बाबा से 1 दिन पहले, तो ढेर तालियां बजनी शुरू हो जाती थी नाम सुनते ही कि गुलजार दादी मिलेगी, जानकी दादी, बड़ी दादी. तो वो जो उनकी अवस्था थी, वो अवस्था बहुत सेवा करती थी, प्राप्ति होती थी. അപ്പൊ അതാണ് ദാദിമാരെ നമ്മൾ മിലനം ചെയ്യുമ്പോൾ, മീറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം, ദാദീനെ 1 മിനിറ്റ് ഒന്ന് കണ്ടാൽ മതി,
നമ്മുടെ ഉള്ളിൽ വളരെയധികം സന്തോഷത്തിന്റെ അനുഭൂതി ഉണ്ടാകും. കാരണം അത് അവരുടെ സ്ഥിതിയാണ്, അവരുടെ ഉയർന്ന സ്ഥിതിയാണ് സേവനം അവിടെ ചെയ്യുന്നത്. നമുക്കറിയാം ഡയമണ്ട് ഹാളില് ബാബ വരുന്നതിന്റെ തലേ ദിവസം മുമ്പ് എപ്പോഴും ഗുൽസാർ ദാദിയുടെ ക്ലാസ് ഉണ്ടാകും സന്ധ്യയ്ക്ക്. അപ്പോൾ അത് സ്റ്റേജിൽ വന്നിട്ട് അനൗൺസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷം, എല്ലാവരും കൂടെ കൈയടിക്കും ദാദിയുടെ ക്ലാസ് അനൗൺസ് ചെയ്യുമ്പോൾ. കാരണം അവരുടെ ആ ഉയർന്ന സ്ഥിതിയിലൂടെ നമ്മളുടെ സേവനം നടക്കുകയാണ്, നമ്മുടെ ഉള്ളിൽ ആ സന്തുഷ്ടതയുടെ അനുഭവം നമുക്ക് ചെയ്യാൻ പറ്റുകയാണ്. और वो कोई बहुत मुश्किल नहीं है, आपको सिर्फ 2 बातें, अगर आप जानकी दादी के लास्ट के शब्द देखो तो जानकी दादी क्या कहती थी, मैं कौन मेरा कौन. അപ്പൊ ആ ഉയർന്ന സ്ഥിതിയിൽ നിന്നിട്ട് എന്ത് പറയുമ്പോഴും കുറേ ഇങ്ങനെ പറയേണ്ടി വരില്ല, കുറച്ച് ശബ്ദങ്ങളിലൂടെ തന്നെ ഒരുപാട് അനുഭവം നമുക്ക് ലഭിക്കും. അതാണ് നമുക്കറിയാം ജാനകി ദാദിയുടെ ലാസ്റ്റ് സ്റ്റേജിൽ ദാദി എപ്പോഴും പറയേണ്ടായിരുന്നത് കേവലം 2 കാര്യമാണ്, ഞാൻ ആരാണ്, ഞാൻ ആരുടെയാണ്. അപ്പോ അത്രയും പറയുമ്പോ തന്നെ ആ ഒരു ലഹരി അലകള് നമുക്ക് ഇങ്ങനെ വരികയായിരുന്നു. तो जो बात अभी हम कह रहे कि मैं कौन, अब इसके जो बाबा ने इतने स्वमान दिए हैं, स्वमान की बाबा कहता है माला जपो कि मैं कौन. योग नहीं लगता है, मैं आपको अपना अनुभव सुनाऊं, अमृत वेले नींद आती है, झुटका आता है या योग नहीं लग रहा है, आप स्वमान की माला जपने शुरू कर दो कि मैं कौन, मैं पद्मा पदम भाग्यशाली आत्मा हूँ, मैं राज ऋषि हूँ, मैं भविष्य में देवी देवता बनने वाली आत्मा हूँ, मैं कल्प कल्प की विजयी आत्मा हूँ. ये स्वमान की माला जपना शुरू कर दो, आपको नशा भी चढ़ जाएगा, योग भी लग जाएगा. അപ്പൊ നമ്മളും നോക്കണം നമ്മളുടെ ഉള്ളിലെ അവസ്ഥ. അതായത് സ്വമാനത്തിന്റെ ആ ഒരു അനുഭവത്തിൽ ഇരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ഉയർന്ന ലഹരിയുടെ സ്ഥിതി നമുക്ക് ഉണ്ടാകും. അപ്പൊ പലപ്പോഴും നമ്മൾ പറയാറുണ്ട് അമൃതവേള യോഗം ചെയ്യുമ്പോൾ ഉറക്കം വന്നു, കൂട്ടുവായിടുമായിരുന്നു, അത്ര നല്ലൊരു അനുഭവം ഉണ്ടായില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഉറക്കം വരുന്നു എന്ന് തോന്നുമ്പോൾ ഉടനെ തന്നെ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ സ്വമാനങ്ങളെ ഒന്ന് നമ്മൾ സ്മൃതിയിലേക്ക് കൊണ്ടുവരും. എത്ര സ്വമാനങ്ങളാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് നമ്മുടെ ലഹരി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ കൽപ്പ വിജയി ആത്മാവാണ്, ഞാൻ രാജ ഋഷിയാണ്, എന്തെല്ലാം സ്വമാനങ്ങൾ ബാബ നൽകിയിട്ടുണ്ട്. അപ്പൊ ആ സ്വമാനങ്ങളുടെ സ്മൃതിയിൽ ഇരിക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി, അതായത് ഞാൻ ആരാണ് എന്നുള്ള വാസ്തവികതയിൽ ആ ഉയർന്ന സ്വമാനത്തിലെ ലഹരിയിൽ നമ്മൾ എപ്പോഴും അനുഭവം ചെയ്യണം നമ്മളെ. और दूसरा बाबा कहता है अपनी घोट तो नशा चढ़े, घोटो ज्ञान का मनन चिंतन करो, घोटो ज्ञान को अपने अंदर खुद घोटो तो आपको नशा चढ़ेगा. ഇപ്പൊ ബാബ സാകാര മുരളിയിൽ എപ്പോഴും ഒരു വാക്ക് പറയാറുണ്ട്, എന്നാ ഇടിച്ചിടിച്ചിടിച്ച് ആ ഒരു ലഹരി ഇങ്ങനെ കൊണ്ടുവരണം എന്ന് പറഞ്ഞാൽ അതന്നെ ചിന്തിച്ച് ഞാൻ ആരാണ് അതന്നെ മനനം ചെയ്ത് നമ്മൾ ആ ഒരു ലഹരിയിലേക്ക് വരണം. लास्ट में एक साकार बाबा का नशे का अनुभव आपको, जो दादियों से हम सुनते आए, तो एक साकार बाबा का अनुभव आपको सुनाती. तो साकार बाबा कितना नशे में रहता था. एक बार एक माता है ना, पंजाब की वो माता थी, तो मधुबन आई. तो मम्मा जो थी, आप सबको मालूम है कि मम्मा सब्जी डिपार्टमेंट में बैठ के सब्जी काटती थी, सेवा करती थी. तो वो मम्मा के लिए पंजाब में एक चौकी टाइप मिलती है जिस पर माताएं बैठकर काम करती, बड़ी रंग बिरंगी डेकोरेटेड सी होती. तो वो मम्मा के लिए वो माता जो थी वो लेकर के मधुबन पहुंची. वो क्या है समझ में नहीं है. Like this, the stool, small Stools, stool, colorful. अच्छा. അപ്പോ സാകാര ബാബ ഉണ്ടായിരുന്ന സമയത്ത് ഒരു അനുഭവം കേൾപ്പിക്കുകയാണ്. അപ്പൊ നമുക്കറിയാലോ ബ്രഹ്മ ബാബ എപ്പോഴും ആ ഒരു ഉയർന്ന സ്റ്റേജിലെ ലഹരിയുടെ സ്റ്റേജിലാണ്. ബാബയ്ക്ക് എപ്പോഴും നല്ല ലഹരി ഉണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് ഒരിക്കല് പഞ്ചാബിലുള്ള ഒരു അമ്മ മധുബനിലേക്ക് വന്നു. അപ്പൊ നമുക്കറിയാം മമ്മ എപ്പോഴും കിച്ചൺ സബ്ജി ഡിപ്പാർട്ട്മെന്റിലാണ് മമ്മയുടെ സേവനം ഉണ്ടായിരുന്നത്, വെജിറ്റബിൾസ് കട്ട് ചെയ്യുന്ന അവിടെ. അപ്പോൾ നമുക്കറിയാമല്ലോ നമ്മൾ ആ സ്റ്റൂളിന്റെ മേലെ ഇരുന്നിട്ടാണ് വെജിറ്റബിൾസ് കട്ട് ചെയ്യുക. അപ്പൊ ഈ പഞ്ചാബിൽ നിന്ന് വന്ന മാതാജി അവരുടെ ഒരു രീതിയാണ്, അവിടുത്തെ സ്റ്റൂൾ എന്ന് പറഞ്ഞാൽ നല്ല അലങ്കരിച്ച് നല്ല ഭംഗിയുള്ള കളർഫുൾ ആയിട്ടുള്ള സ്റ്റൂളാണ്. അപ്പൊ ഈ മാതാജി വന്നപ്പോ ആ സ്റ്റൂളും കൊണ്ടാണ് മധുബനിലേക്ക് വന്നത്. अब पांडव भवन
के गेट से वो एंटर करी तो सामने बाबा खड़ा था, तो उसने वो जो स्टूल था उसको पीछे छुपा लिया, क्योंकि वो तो मम्मा के लिए लाई थी। अब बाबा खड़ा है तो कहीं बाबा को ना देना पड़ जाए, उसकी भावना मम्मा में थी, तो उसने वो स्टूल को ऐसे पीछे छुपा लिया। അപ്പോ ഈ മാതാജി പാണ്ഡവ് ഭവന്റെ ഗേറ്റിന്റെ അവിടെ എത്തി, പാണ്ഡവ് ഭവന്റെ അകത്തേക്ക് കയറിയപ്പോ അവിടെ ബാബ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പൊ തന്നെ ഈ മാതാജിയുടെ കയ്യിൽ ഈ സ്റ്റൂളുണ്ട്. ബാബനെ കണ്ട വഴി ആ സ്റ്റൂള് ബാക്കിലേക്ക് പുറകോട്ട് മറച്ചു വെച്ചു. കാരണം മമ്മയ്ക്ക് വേണ്ടി കൊണ്ടുവന്നതാണ്, മമ്മോടായിരുന്നു കൂടുതൽ ഭാവന ഉണ്ടായിരുന്നത്. അപ്പോ ഇനി ഇത് ബാബ കണ്ടിട്ടുണ്ടെങ്കിൽ ബാബയ്ക്ക് കൊടുക്കേണ്ടി വന്നാലോ എന്ന് വിചാരിച്ചിട്ട് മറച്ചു വെച്ചു. अब भगवान की नजरों से तो कुछ छुप नहीं सकता है। तो बाबा ने जब बाबा के सम्मुख पहुंची वो, तो बाबा ने कहा, बच्ची पीछे क्या छुपा रही है, दिखा मुझे, क्या लेकर आई है तू? तो बाबा, कुछ नहीं, ये मम्मा सब्जी काटती है ना, तो मम्मा के बैठने के लिए ये स्टूल लेकर आई हूँ, मम्मा इस पे बैठ के करेगी। तो मम्मा बाबा ने वो स्टूल लिया और उसके ऊपर बैठा और ऐसे पकड़ के उसको गोल गोल जैसे पकड़ के गोल घूमते हैं ना ऐसे, तो ऐसे पकड़ के उछल उछल के नाचा। बोला, अभी मैं बूढ़ा ब्रह्मा हूँ, कल मिचनू कृष्ण बनूंगा। അപ്പോ ബാബയോട് ഭഗവാന്റെ ദൃഷ്ടിയിൽ നിന്ന് നമുക്ക് ഒന്നും മറയ്ക്കാൻ സാധിക്കില്ലല്ലോ. ബാബ ഉടനെ തന്നെ ആ അമ്മയുടെ അടുത്ത് ചോദിച്ചു, കുട്ടി നീ എന്താ മറച്ചു പിടിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പോ ഉടനെ തന്നെ ആ മാതാജി പറഞ്ഞു, ഇല്ല ഒന്നുമില്ല ബാബ, ഇത് ഞാൻ മമ്മയ്ക്ക് വേണ്ടി കൊണ്ടുവന്ന സ്റ്റൂളാണ്, സബ്ജി കട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന സ്റ്റൂളാണെന്ന് പറഞ്ഞു. അപ്പൊ ബാബ ആ സ്റ്റൂള് വാങ്ങിച്ചിട്ട് ബാബ അതിന്റെ മേലെ ഇരുന്നിട്ട് കുട്ടികൾ ചെയ്യുന്ന കണ്ടിട്ടില്ലേ, സ്റ്റൂളിന്റെ മേലെ കയറി ഇരുന്നിട്ട് ഇങ്ങനെ വട്ടം കറങ്ങും, സ്റ്റൂള് പിടിച്ച് തിരിച്ചിട്ട് ഇങ്ങനെ വട്ടം കറങ്ങും. അതുപോലെ ബാബ അതിന്റെ മേലെ കയറി ഇരുന്നിട്ട് ലഹരിയിൽ പറയാണ്, ഞാൻ ഇന്ന് വിശ്വത്തിന്റെ ബ്രഹ്മാവാണ്, ഞാൻ നാളെ ശ്രീകൃഷ്ണനാകും. അങ്ങനെ ലഹരിയിൽ തുള്ളിച്ചാടില്ലേ കുട്ടികൾ, അതുപോലെ ബാബ ചെയ്യായിരുന്നു. तो बाबा इतना नशे में रहता था, जो बड़ों से हमने सुना कि बाबा को बहुत नशा था कि मैं क्या बनने वाला हूँ। तो वो हमारे अंदर भी तो वो नशा होना चाहिए ना, क्योंकि बाबा जब कहता है कि ये ब्रह्मा की जब बात करता है कि ये विष्णु बनेगा, ये ब्रह्मा सो विष्णु बनेगा, तो आपने नोटिस किया होगा उसके बाद बाबा एक शब्द बोलता है, तत्वम, बोलता है ना, तत्वम माना तुम भी। तो सिर्फ ब्रह्मा को नशा नहीं चढ़ाना, नशा हम सबके अंदर होना चाहिए कि हम विष्णु वंशी बनने जा रहे हैं। അതായത് ഇത് പറഞ്ഞത് ദീദി അതുകൊണ്ടാണ്, ബ്രഹ്മ ബാബയ്ക്ക് അത്രയും ഉള്ളിലെ ലഹരിയായിരുന്നു, ഞാൻ ആരാകാൻ പോകാണ്, ഞാൻ ആരാണ്, ഞാൻ ആരാകാൻ പോകാണ് എന്നുള്ള ലഹരി അത്രയും ഉണ്ടായിരുന്നു. അപ്പൊ മുരളിയിലും നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, ബ്രഹ്മാസോ വിഷ്ണു, ബ്രഹ്മാവ് ഇന്ന് ബ്രഹ്മാവ് നാളെ വിഷ്ണു ആകും. അപ്പൊ എപ്പോഴൊക്കെ ബ്രഹ്മാസോ വിഷ്ണു എന്ന് പറയുന്നു, അത് കഴിഞ്ഞിട്ട് അടുത്തൊരു വാക്ക് എപ്പോഴും പറയാറുണ്ട്, തതത്വം എന്ന്. അപ്പൊ തതത്വം എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്, നിങ്ങളും അങ്ങനെ തന്നെ. അപ്പൊ ബ്രഹ്മാവ് മാത്രമല്ല നാളെ വിഷ്ണു ആകുന്നത്, നിങ്ങൾ കുട്ടികളും. അപ്പൊ ബാബ നമ്മുടെ ഉള്ളിൽ ആ ലഹരി ഉയർത്തി തരികയാണ്. तो ये टेंशन रखे कि हमको साधारणता से ऊपर उठना है ना। साधारण ब्राह्मण जीवन नहीं, ब्राह्मण तो बन गए, ये तो पक्का है, आपको ये भी याद रखता है कि मैं ब्राह्मण हूँ, देवता बनने वाले हैं, लेकिन वो स्मृति साधारण है। तो साधारण से हमें ऊपर कहाँ जाना है, नशे में जाना है। അതുകൊണ്ട് ഒരു സാധാരണ ബ്രാഹ്മണനായിട്ടല്ല നമ്മൾ ജീവിക്കേണ്ടത്. അതിപ്പോ നമുക്കറിയാം, നമ്മളെല്ലാവരും ബ്രാഹ്മണരാണ്, BK ആണ്. പക്ഷെ നമ്മുടെ സ്മൃതി ഒരിക്കലും സാധാരണമായിരിക്കരുത്, എപ്പോഴും ഉയർന്ന ലഹരിയുള്ള സ്മൃതി ആയിരിക്കണം, ഉയർന്ന സ്ഥിതി ആയിരിക്കണം നമുക്ക്. ठीक है, तो अभी तो योग का समय हो गया, तो अभी योग करेंगे जी. हाँ? तो आप चाहेंगे कि हम थोड़ा कमेंट्री से योग करें? जी, तो कमेंट्री तो ट्रांसलेट करेंगे? हाँ जी जी, कमेंट्री भी कमेंट्री नहीं तो समझ में नहीं आएगा. अच्छा, ठीक है, तो हम थोड़ा सा कमेंट्री से योग करते, और इसी कमेंट्री के दौरान जो हमने मॉर्निंग में एक
एक्सरसाइज, एक प्रैक्टिस जो हमने सेल्फ एनालिसिस किया था, वो हमने किया था, क्या किया था, गुणों को निकाला था अपने अंदर, उसका परसेंटेज निकाला था ना. ഇപ്പൊ രാവിലെ നമ്മൾ ഒരു വർക്ക്ഷോപ്പ്, ഒരു എക്സസൈസ് പോലെ ചെയ്തല്ലോ, അതായത് നമ്മുടെ ഉള്ളിലുള്ള ഗുണങ്ങളുടെ പെർസെൻറ്റേജ് നമ്മൾ എഴുതിയല്ലോ രാവിലെ. तो अभी हम एक तो पहले हम अपने अंदर अपने आप को कमेंट्री के द्वारा अपनी अवस्था को वो नशे वाली श्रेष्ठ अवस्था में लेकर जाएंगे, और फिर आपको बाबा कहता है गुण दान करो. तो आप एक दूसरे को, जो आपके अंदर गुण, जो 36 गुणों में एक गुण ऐसा होगा जिसमें आपने अपने आप को सबसे अच्छे मार्क्स दिए होंगे, टॉप का होगा वो आपका गुण होगा है. എല്ലാവരുടെ ഉള്ളിലും ഏതെങ്കിലും ഒരു ഗുണത്തിന്റെ മാർക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടാകുമല്ലോ. നിങ്ങളുടെ ഉള്ളിൽ ഏറ്റവും കൂടുതലുള്ള ഗുണം ഉണ്ടാവില്ലേ? अब वो आपको क्या करना है, एक दूसरे को दो दो का फेस टर्न करके, खड़े हो करके जब कमेंट्री में बोलेंगे, तो आपको वो गुण का सामने वाले को റേഡിയേറ്റ് करना है. അപ്പൊ നമ്മളിപ്പോ യോഗം ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ സ്വയം നമ്മളുടെ ഉള്ളിൽ ആ ഗുണ അനുഭവം ചെയ്യും. എന്നിട്ട് പിന്നെ ഇപ്പൊ ദീദി പറഞ്ഞ പോലെ നമ്മുടെ ഉള്ളിൽ ഏറ്റവും മാർക്ക് കൂടുതലുള്ള ഗുണമുണ്ടല്ലോ, അത് നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ആത്മാവിന്, അപ്പോ രണ്ടു പേര് പരസ്പരം ഓപ്പോസിറ്റ് നിൽക്കണം. എന്നിട്ട് മുന്നിലുള്ള ആത്മാവിന് നമ്മുടെ ഉള്ളിൽ ആ ഗുണം ദാനം കൊടുക്കണം യോഗത്തില്. क्योंकि ब्राह्मण को दान तो नहीं कर सकता है, लेकिन आप एक दूसरे को गिफ्ट तो दे सकते हैं ना. एक दो को ഗിഫ്റ്റ്. അച്ഛാ, ഇപ്പൊ ബ്രാഹ്മണർക്ക് ഒരിക്കലും ദാനം കൊടുക്കേണ്ട ആവശ്യം വരില്ല. അപ്പൊ ഇങ്ങനെ മനസ്സിലാക്കുക, ഞാൻ ഗിഫ്റ്റാണ് കൊടുക്കുന്നത്, എൻ്റെ ഉള്ളിലുള്ള ആ ഉയർന്ന ഗുണത്തിന്റെ ഗിഫ്റ്റാണ് ഞാൻ മുന്നിലുള്ള ആത്മാവിന് കൊടുക്കുന്നത്. तो दृष्टि के द्वारा जो आपका सबसे अच्छा गुण आपके पास बहुत अच्छा है, वो आपको एक दूसरे को देना है, और दूसरा जो है उसके पास जो सबसे अच्छा गुण है, जिसकी परसेंटेज उसके पास बहुत ज़्यादा है, अच्छी है, वो दूसरे को दे. एक दूसरे से शेयरिंग, कहते हैं ना, शेयरिंग इज केयरिंग. तो शेयर करना है गुणों का. ഇപ്പൊ നമ്മൾ യോഗത്തിന്റെ അനുഭവം ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യണം. ഓപ്പോസിറ്റ് രണ്ടുപേരും നിന്നിട്ട് ദൃഷ്ടിയിലൂടെ നമ്മളുടെ ആ ഉയർന്ന ഗുണമുണ്ടല്ലോ, അത് നമ്മൾ ദൃഷ്ടിയിലൂടെ മുന്നിലുള്ള ആത്മാവിന് ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നത് പോലെ, ഞാൻ എൻ്റെ ഗുണം ആ ആത്മാവിന് ഷെയർ ചെയ്യാണ് എന്നുള്ള ഒരു ഫീലിങ്ങിൽ. അപ്പൊ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും, ഇപ്പൊ ഏത് ഗുണമാണോ മറ്റേ ആത്മാവിന് ഉയർന്നതായിട്ടുള്ളത്, ആ ആത്മാവ് തിരിച്ചും അതുപോലെ കൊടുക്കണം. അത് നമ്മൾ യോഗത്തിന്റെ അഭ്യാസത്തിൽ ചെയ്യാൻ പോകുന്നതാണ്. ദീദി കമന്ററി പറയും, കമന്ററിയിലൂടെ നമുക്ക് യോഗം ചെയ്യാം. और फिर हम उस गुण को पूरे विश्व को, ग्लोब के ऊपर बैठेंगे, और जो आपके पास सबसे अच्छा है उसको हम पूरे वर्ल्ड को देंगे. അപ്പൊ ആദ്യം മുന്നിലുള്ള ആത്മാവിന് ആ ഗുണം നൽകണം, പിന്നെ അടുത്തത് മുഴുവൻ വിശ്വത്തിനും നമ്മൾ ആ ഗുണം ഗിഫ്റ്റായിട്ട് കൊടുക്കണം. सपोज आपके अंदर धैर्यता का गुण बहुत अच्छा है, टॉप पर है, तो आप पूरे विश्व को उस गुण को देंगे, ताकि हर एक आत्मा के अंदर धैर्यता आए और आपका भी बढ़ेगा. एग्जाम्पल मनसा सेवा करें. നിങ്ങളുടെ ഉള്ളിൽ ക്ഷമയുടെ ഗുണമുണ്ട് എന്ന് വിചാരിക്കൂ. അതാണ് ഏറ്റവും കൂടുതലുള്ള ഗുണമെങ്കിൽ ആ ഗുണം നിങ്ങൾ മുഴുവൻ വിശ്വത്തിനും വേണ്ടിയിട്ട് കൊടുക്കണം. മനസ്സാ സേവനം എന്ന് പറയുന്നത്.